ദേ ആരാ വന്നേക്കുന്നെ നോക്കിയേ. കാർത്തികേയനി ആന്റിയോ? വാ വാ, വരൂ ഇരിക്കട്ടോ. മോളെ, മോക്ക് സുഖാണോ? അതെ ആന്റി, സുഖമായിട്ടിരിക്കുന്നു. ആന്റിക്ക് സുഖാണോ? അതെ മോളെ, കുറച്ച് മുട്ടുവേദനയുണ്ട്. ഇത്രയും നടന്നു വന്നല്ലേ. അയ്യോ ആന്റി, ഇരുന്ന് വിശ്രമിച്ചിട്ടോ. ഞാൻ പോയി കഴിക്കാനും ചായ എടുത്തിട്ട് വരാവേ. ഒന്നും എടുക്കണ്ട മോളെ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വരുന്ന വഴിക്ക് തട്ടുകടയെന്ന് ലാവിഷായിട്ട് തട്ടി. എന്റെ അമ്മമ്മ അങ്ങനെ ആന്റി, പുറത്തിറങ്ങിയാ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചേ അകത്ത് കയറും. എന്നാലും എന്തെങ്കിലും കുടിക്കാന്നേ. പയ്യ മതി മോളെ, കുറച്ച് കഴിയട്ടെ. എന്നാ ആന്റി ഇവിടെ ഇരിക്കേ. ഞാൻ ഇവനെ കൊണ്ട് അങ്ങ് പോയാലോ എന്ന് ആലോചിക്കാം. മോക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങള്? അയ്യോ, എവിടെ പോവാനാ? എങ്ങും പോവണ്ട, അവര് വരട്ടെ. അതുവരെ നമുക്കിവിടെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ. എങ്ങും പോകണ്ട, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആണോ? മോക്ക് സന്തോഷമാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ പോയി അവളന്മാരെ വിളിച്ചിട്ട് വരട്ടെ. ഓ ശരിയടാ, കൊച്ചിറക്കാം. ആന്റി, ഞാനിപ്പോ വരാമേ. മോൻ പോയിട്ട് വാ. മോളെ, മാസം വലിയ ശല്യം ഉണ്ടാക്കിയോ? ഓന് ഇത്ര നേരം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കണം ആദ്യമായിട്ടാ. അയ്യോ, ഒരു കുഴപ്പമില്ല. നല്ല ഒച്ചായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ബഹളവും ടി വി കാണലും ഒക്കെ ആയിട്ട് ഇരിപ്പായിരുന്നു. ആണോ? ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? പഠിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടി ബഹളം. പിന്നെ ഇന്നൂടി ഇങ്ങനെ പോട്ടേന്ന് വെച്ച് നാളെ ഇരുത്തി പഠിപ്പിച്ചാട്ടോ. അതെ അതെ, നാളെ എന്തായാലും ഇരുത്തി പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ശരിയാവൂല. അവനിത്തോടെ മാർക്കൊക്കെ കുറവായിരുന്നു. ആ, വാസുമോൻ പറഞ്ഞായിരുന്നു. ഹായ് അമ്മൂമ്മ. അല്ല, ഇതാരോ? പാറക്കുട്ടിയോ? ഇങ്ങ് വന്നേ, അമ്മൂമ്മ ചോദിക്കട്ടെ. അമ്മൂമ്മേ, എപ്പോ വന്നു അമ്മൂമ്മേ? ഞാനിപ്പോൾ വന്നേ ഉള്ളു മോളെ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല അമ്മൂമ്മേ, അല്ലെങ്കിൽ ഓടി വന്നേനെ. അതൊന്നും സാരമില്ല മോളെ. മരത്തിൽ നിന്ന് വീണിട്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല അമ്മൂമ്മ, നല്ല ഭേദമുണ്ട് ഇപ്പൊ. ചേച്ചി എന്തിയെ? മാളൂട്ടി ചേച്ചി ഒരു എൻഗേജ്മെന്റിന് പോയതാ. ഇപ്പൊ എത്തും, വിളിച്ചിട്ടുണ്ടായി. ആണോ? അമ്മമ്മേ, പിന്നെ ഉണ്ണിയപ്പം നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടോ? അമ്മമ്മ ഇനി ഉണ്ടാക്കി തരാം കേട്ടോ. നല്ല ഇഷ്ടമായി അമ്മമ്മേ, ഇനി കുറെ ഉണ്ടാക്കി തന്നെ. എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അമ്മമ്മ ഉണ്ടാക്കി തരും കേട്ടോ. അമ്മമ്മേ, അയ്യോ, എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഇവിടെ നിൽക്കുക 2 ദിവസം. ആ ആണോ? അപ്പം എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാല്ലേ? അങ്ങ് പറഞ്ഞു കൊടുക്കൂല്ലേ, നമ്മൾ പൊളിച്ചെടുക്കും. എന്താ ലച്ചു മോളുടെ മുഖത്തൊരു വാട്ടം? അല്ല അമ്മമ്മേ, എല്ലാരും കൂടി ഇവിടെ അടിച്ചു പൊളിക്കുമ്പോ ഞാൻ മാത്രം. എനിക്കിപ്പോ പോണല്ലോ. അയ്യോ, അത് കഷ്ടമായല്ലോ. അമ്മമ്മ, അമ്മയോട് ചോദിക്കട്ടെ? അമ്മ സമ്മതിക്കില്ലായിരിക്കും. എന്തായാലും പോയല്ലേ പറ്റൂ. ഞാൻ പോയേക്കാം. അയ്യോ, ജച്ചുവിന് വിഷമായോ? ആന്റി പറയാട്ടോ, നമുക്കിവിടെ നിൽക്കാം. ആന്റി എന്തായാലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. ദേ ലച്ചുവിന്റെ അമ്മ. എന്തിനെ നിത്യനെ കാണാനില്ല. മായേ, കൊച്ചെവിടെ പോയി? അറിയില്ല, അറിയില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, എങ്ങുമില്ല. മോളെ എവിടെ പോകാനാ? അവിടെ തന്നെ കാണും. നമുക്ക് എല്ലാവരും കൂടി നോക്കാം. ഇല്ല ആന്റി, അവൾ അവിടെ എങ്ങും ഇല്ല. ഞാൻ എല്ലായിടത്തും നോക്കി. ഞാനാണെങ്കിൽ അവളെ വഴക്ക് പറയുകയും ചെയ്ത്. വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് അവളെങ്ങാനും ഇറങ്ങിപ്പോയോ? ആ, നമുക്ക് അന്വേഷിക്കാം. എന്റെ കൈയും കാലും തളരുന്നില്ലേ? മായേ, ഈ സമയത്ത് തളരരുത്. മക്കളെ വാ, അന്വേഷിക്കാം നമുക്ക്. പോലീസിനെ അറിയിക്കട്ടെ? അറിയിച്ചു, അവരിപ്പോ വരും. എന്തിനെ, ഒന്ന് എന്റെ കൂടെ വരുമോ? ആ വാ, നമുക്ക് പോയി അന്വേഷിക്കാം. ആന്റി, ഈ പിള്ളേരെ ഒന്ന് നോക്കണേ, ഞാൻ ഓടി വരാം. മോള് പോയിട്ട് വാ, ഇവരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി ആന്റി. നിത്യ ചേച്ചി എവിടെ പോയി? അതെ, ചേച്ചി ഇവിടെ വന്നായിരുന്നല്ലോ. അമ്മൂമ്മ, ചേച്ചിക്ക് വല്ലതും പറ്റി കാണോ? ചേച്ചി എവിടെ പോയി കാണും? മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട, പോലീസൊക്കെ ഇപ്പോൾ വരും. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചേച്ചി, ലച്ചു, നീ വിഷമിക്കല്ലേ. ചേച്ചി ഇപ്പൊ ഇങ്ങ് വരൂ കേട്ടോ. അതെ ലച്ചു, വിഷമിക്കണ്ട കേട്ടോ. ഒന്നാതെ അവിടെ പോയി കാണും. ഇവിടെ വന്ന് കാണും. നല്ല ദേഷ്യത്തിലായിരുന്നു ചേച്ചി ഇന്ന്. അപ്പ ഇറങ്ങിപ്പോയത് തന്നെ ഉറപ്പ്. വാസു, നീ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. പിള്ളേരെ അതൊക്കെ വിട്, നിങ്ങളോട് സങ്കടപ്പെടാണ്ടിരിക്കും. കൊച്ചിന്റെ പപ്പയാണെങ്കിൽ ഇവിടെ ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇപ്പൊ ഒന്നും പറയണ്ട, നമുക്ക് നോക്കാം. പോലീസ് വന്നു. സാർ, ഞങ്ങൾ കൊച്ചിനെ കാണുന്നില്ല. എന്താണ് സംഭവം? ഒന്ന് വിവരിക്കാമോ? കുറെ നേരമായി, എവിടെ പോയെന്ന് അറിയില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് പിന്നെ ഇന്ന് മഴയത്ത് നിൽക്കണ കണ്ടപ്പോ ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞു. അത് പിന്നെയാണ് സംഭവം. ഓഹോ, അവരുടെ കൂട്ടുകാരുടെയൊക്കെ നമ്പറുണ്ടോ? വിളിച്ചു നോക്കാം. എല്ലാരോടും ചോദിച്ചു, അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. നിങ്ങൾ വിഷമിക്കണ്ട, ഉടൻ തന്നെ കുട്ടീനെ കിട്ടും കേട്ടോ. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ശരി സാർ, ഞങ്ങൾ വരണോ?
വേണ്ട വേണ്ട, കിട്ടിയ ഉടനെ നിങ്ങളെ വിവരം അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇവരെയും കൊണ്ട് ചെല്ലും. സാർ എന്റെ മോക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാവോ? അവളെവിടെ പോയി കാണും സാർ? ഇതൊക്കെ ഇപ്പോൾ സ്ഥിരമാണ്. നിങ്ങൾ തൽക്കാലം അങ്ങോട്ട് ചെല്ലും, നമുക്ക് നോക്കാം. അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. ശരി സാർ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം. കുട്ടി എന്തെങ്കിലും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ? ശരി സാർ. ശരി എന്നാ. മായ, നമുക്ക് അകത്ത് പോയി ഇരിക്കാം. അല്ല ചേച്ചി, ടോബിയും മാളും പോയിട്ട് ഒരുപാട് നേരമായല്ലോ. അവരെന്തേ? മോളെ നിത്യ, നീ എവിടെയാ? മമ്മി എന്തോരം വിഷമിക്കുന്നു. എവിടെയാണെങ്കിലും അവളെ വേഗം കിട്ടിയാൽ മതിയായിരുന്നു. മായ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, കൊച്ചിപ്പോ തന്നെ വരുമല്ലേ, ഇങ്ങനെ വിഷമിക്കാതെ. അതല്ല ചേച്ചി, അവളെ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ പോയത്. പിള്ളേരെ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞേ പറ്റൂ. ഇപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നേ? വല്ല അസുഖം വരുത്തി വെക്കും. ചേച്ചി പോലീസ് അങ്ങനെ വിളിച്ചോ? അവളുടെ പപ്പയും ഇവിടുത്തെ ചേട്ടനും കൂടി പോയിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിലോട്ട്. അവരെന്തായാലും നമ്മളെ ഉടനെ വിളിക്കൂ കേട്ടോ. അവളെ ഉടനെ തന്നെ കിട്ടും. നീ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, കഴിച്ചിട്ടില്ലല്ലോ, ഇന്ന് ഈ ചായ കുടിക്കുക. വേണ്ട ചേച്ചി, എനിക്കൊന്നും ഇറങ്ങൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മായ? ആരോഗ്യം നോക്ക്. എന്നാ കുടിക്ക്, ഇത്തിരിയെങ്കിലും കുടിക്ക്. എടാ ടോബി, നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ നന്നായി. ഇല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ചിട്ട് പോലീസ് വന്നേനെ. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആക്കിയാലോ എന്ന് ആലോചിച്ചാടി. ഇതിപ്പോൾ പണിയായല്ലോ. എന്നാലും ആ നിത്യ അവിടെ പോയി. ടോബി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങാനും ആ സംഭവത്തിന് ശേഷമാണോ അവളെ ഇറങ്ങിപ്പോയെങ്കിലോ? ഒന്ന് പോടി, ആളെ പഠിപ്പിക്കാണ്. അതെങ്ങാനാണെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. ഇല്ലടാ, അതെന്തായാലും ഉണ്ടാവില്ല. ഞാനൊക്കെ കണ്ടതല്ലേ, പിന്നെന്താ? ഇനി അവളെ എന്നോട് വല്ലോ വൈരാഗ്യത്തിനാണ് ഇറങ്ങിപ്പോയത്. ഒരു കുഴപ്പവും കൂടാണ്ട് വേഗം കണ്ടുപിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതെ, ഉള്ള സമാധാനം പോയി. അവൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. സമാധാനത്തോടെ ഇരിക്കായിരുന്നു നമുക്ക്. ചേച്ചി, ചേച്ചി, എന്നാടി പാറു? ചേച്ചി, നിത്യ ചേച്ചി എന്നാലും എവിടെ പോയതായിരിക്കും? അറിയില്ലടി, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉടനെ തന്നെ കണ്ടുകിട്ടും. ചേച്ചി, ഇന്നാ ചേച്ചി ഇവിടെ വരുകയും ചെയ്തല്ലേ? അതാ എനിക്ക് ഇത്ര പേടി. നമ്മളായിട്ട് വഴക്കിട്ടിട്ട് പോയതായിരിക്കുമോ? ഇല്ല പാറു, അതൊന്നും ആയിരിക്കില്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാവുന്നു ചേച്ചി. നീ പേടിക്കണ്ട കേട്ടോ. അന്നല്ലേ ചേച്ചി, ലച്ചുവിൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേല. അയ്യോ, നീ പോയി ലച്ചുവിൻ്റെ അടുത്തിരിക്കുക. എന്നിട്ട് പറ കുഴപ്പമൊന്നുമില്ല, അവളെ പെട്ടെന്ന് കിട്ടുമെന്ന് പറയട്ടോ. വേണ്ട ചേച്ചി, എനിക്ക് ലച്ചുവിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. ശരിയടി. ഇപ്പോൾ കുറേ നേരമല്ല നടക്കുന്നു. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഇഷ്ട സ്ഥലത്തെത്തട്ടെ. അപ്പം അറിയാം എൻ്റെ വില ഇവർക്കൊക്കെ. കപ്പലെടുത്തിട്ടുണ്ടാവുമോ എന്തോ. ചെല്ലുമ്പോൾ അറിയാം. എന്തായാലും ഞാൻ അവിടെ എത്തിയിരിക്കും. നോക്കിക്കോ, ഇനി ഒരിക്കലും എനിക്ക് ഇവിടെ കാണണ്ട. ടോബി എന്നെ ചർച്ച എൻ്റെ വീട്ടുകാർക്കും എന്നെ വേണ്ട. ഈ നശിച്ച നാട്ടിനെ ഞാൻ പോവുക. നിത്യ, നിക്കവിടെ. അയ്യോ, പോലീസ്! എന്തിനാ ഒച്ചേ നീ വീട് വിട്ട് ഇറങ്ങിയേ? അത് പിന്നെ പോലീസ് അങ്ങോട്ട്. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ സ്റ്റേഷനെ കൊണ്ടുപോയി നല്ല ഇടി ഇടിക്കും. അയ്യോ, പോലീസ് അങ്ങ് ഇടിക്കല്ലേ, ഇടിക്കല്ലേ, ഞാൻ സത്യം പറയാം. വേഗം പറഞ്ഞോ. അത് വിവരം കിട്ടിയോ? ഇല്ല. നീ എന്തിനാ എന്റെ ഫോൺ അത്രയാ ബെല്ലടിക്കുന്നുണ്ട്? ഒന്ന് എടുത്ത് നോക്കാവോ? ശരി. ഹലോ, സാറോ? കിട്ടിയോ? എന്താ പറ്റി? ഓഹോ, അതാലേ. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സാർ. മായേ, കൊച്ചിനെ കിട്ടി. ശരിക്കും? അതെ, കിട്ടി. പോലീസാ വിളിച്ചേ. അവൾ എവിടെ പോയതാ? അവൾക്ക് എന്താ പറ്റിയത്? നീ അത് കേട്ടോ? അവളെ BTSനെ തേടി പോയതാത്രേ. BTSനെ തേടിയോ? അതെ, അവൾക്ക് വീട്ടിൽ ആരെയും വേണ്ടത്രേ. BTSന്റെ കൂടെ കഴിഞ്ഞോളാന്ന് പറഞ്ഞു ഒരു പോക്ക് പോയതാ. കപ്പലിൽ പോകാനായിരുന്നു പ്ലാൻ. അതിനു മുമ്പ് പോലീസ് കണ്ടുപിടിച്ചു. കപ്പലിലാ? BTSാ? ഈ പെണ്ണിന് എന്താ പറ്റി? ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാലോ. എന്തായാലും സന്തോഷായി, കൊച്ചിനെ കിട്ടിയില്ലേ? എന്നാലും മാള ചേച്ചി, നിത്യ ചേച്ചി എവിടെ പോയതായിരിക്കും? എല്ലാവർക്കും എന്ത് വിഷമായി ചേച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ട്. വിഷമിക്കേണ്ട ലച്ചു മോളെ, അവളിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരൂ കേട്ടോ. നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പാറിക്കുന്നതായിരിക്കും. അങ്ങനെ ആയാൽ മതിയായിരുന്നു ചേച്ചി. ആകെ പേടിയാവുന്നു എനിക്ക്. പേടിക്കണ്ട ലച്ചു മോളെ, ഒന്നും പേടിക്കണ്ട കേട്ടോ. ചേച്ചി, ടോബി ചേട്ടാ, ലച്ചു, മീനു, വാസു, ചേച്ചി, എന്താടി? പാറു, എന്താ? ചേച്ചി, അയ്യോ, എനിക്ക് സഹിക്കാൻ വേണ്ടി. എനിക്ക് കാര്യം എന്താ? അതുണ്ടല്ലോ, എടാ, അതായിരുന്നോ? ഞാനൊരു ദുരന്ത പ്രതീക്ഷിച്ച.
മിണ്ടാണ്ടിരുന്നോടാ. അയ്യോ അയ്യോ, അതല്ല വിഷയം, അതല്ല. എന്നാടി അവൾ എവിടെ പോയേ? അതാ ചേച്ചി ട്വിസ്റ്റ്. ചേച്ചി നിത്യ ചേച്ചി BTS തേടി പോയത് അത്ര. അന്നത്തോടി എവിടെയാ ഓടിച്ചേ? എങ്ങനെ പോകാനായിരുന്നു പ്ലാൻ? അതാണ് അതിലും വിറ്റ്. കപ്പൽ കയറാൻ പോയതാ, അതിന് മുമ്പ് പോലീസ് പിടിച്ച്. കപ്പലോ? ആ ചേച്ചി സത്യമായിട്ടും. ചേച്ചി, ഈ സമയത്ത് പറയാവോന്നറിയില്ല, എന്നാലും പറയുക. നിന്റെ ചേച്ചി ഒന്ന് മണ്ടിയാടി. എടി പിള്ളേരെ, നിങ്ങളിവിടെ ഇരിക്കായിരുന്നോ? ആരിത് വാസിച്ചായിരുന്നോ? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ നോക്കിയെന്നറിയാം. ഇത് ആരുടെ റൂമാടി? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാടാ. ആഹാ, അമ്മമ്മയുടെ റൂം അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. ആന്റി ഒരു റൂം കൊടുത്ത്. അമ്മ ഇന്ന് അമ്മൂമ്മയുടെ കൂടെ കിടന്നോളാന്ന്. അച്ഛനാണെങ്കിൽ നാളെ രാവിലെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ റൂമിൽ കിടക്കാം. ഇതാകുമ്പോൾ നല്ല വിശാല റൂം. ആ, അങ്ങനെ ആട്ടടി. എടാ, അമ്മൂമ്മ എന്തിയടാ? അമ്മൂമ്മ നാമം ജപിക്കാടി. ഇപ്പൊ ഇങ്ങോട്ട് വരും. കിടക്കണേന് മുമ്പുള്ള ശീലാണേ. ആണോ? അതെ അതെ. ലച്ചു, നിന്റെ ചേച്ചിക്ക് നല്ല പട കിട്ടി കാണുമല്ലേ? പിന്നെ അല്ലാണ്ട് അമ്മ നല്ല പൊടിഞ്ഞ അടി കൊടുക്കും. രണ്ടെണ്ണം കിട്ടണം. മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കളഞ്ഞേക്കുന്നു. അതെ അതെ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. അത് ചേച്ചിനെ കിട്ടിയത് ഏകദേശം അമ്മണി വളവിന്റെ അടുത്ത് വെച്ചിട്ടാ. അങ്ങോട്ട് പോകാൻ നന്നായി. വലിയ അപകടം ഒഴിഞ്ഞു കിട്ടി. അമ്മണി വളവോ? അതെന്താടി? എടാ നിനക്കറിയില്ലേ? ആ, അങ്ങനെ ഒരു വളമുണ്ട്. അവിടെ പ്രേതമുണ്ട് അത്ര. പ്രേതോ? അതെ അതെ, അവിടെ പ്രേതമുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. എന്നാ തെളിച്ചു പറയടിയെന്ന്. പക്ഷേ ശരിക്കുള്ള കഥ ഞങ്ങൾക്കറിയില്ല. അവിടെ പ്രേതമുണ്ടെന്നറിയാം. മക്കളെ എന്താ കിടക്കാറായില്ലേ? കിടക്കാൻ പോകുമായിരുന്നു അമ്മമ്മേ. അല്ല അമ്മമ്മ, പോള് പോള്. ഇവിടെ മഴേ അമ്മണി വളവിന്റെ കഥ പറയായിരുന്നു. ഒറ്റെണ്ണത്തിൽ അറിയില്ല അമ്മമ്മ. അമ്മിനി വളവോ? അതെ അതെ, അമ്മണി വളവില്ലേ, പ്രേതമൊക്കെ ഉള്ളേ. അത് എനിക്ക് ആ കഥ അറിയില്ല അമ്മമ്മേ. പകരം അവിടെ പ്രേതമുണ്ടെന്ന് മാത്രം അറിയാം. മക്കളെ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ചോദിച്ചു കൊടുക്കാം അമ്മമ്മേ, അവിടെ ഒരു കുന്തവും ഇല്ലെന്ന്. അത് പിന്നെ അമ്മ ആന്റിയോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വഴിക്ക് പോകരുതെന്ന്. ആണോ? അത് സത്യമാ മക്കളെ. കുറച്ച് അപകടം പിടിച്ച വഴി തന്നെയത്. അല്ലടോ ചേർക്ക, ഉള്ളത് തന്നെ. അമ്മമ്മേ, ആ കഥയൊന്ന് പറഞ്ഞു തരാവോ? പിന്നെ എന്താ, ഉറപ്പായും പറഞ്ഞുതരാം. ഇപ്പം മക്കളെ കിടക്ക്, രാവിലെ പറയാം. ഓ പറയാം, ബഹളം വേണ്ട. കണ്ടോ, കൊച്ചിറക്കന് പേടിയാങ്ങുന്നു. എടാ നീ എന്നാ അപ്പുറോട്ട് പോ, പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കട്ടെ. അല്ല മക്കളെ, അമ്മണിക്കൊട്ടാരം എന്ന് പറഞ്ഞൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജകുമാരിക്ക് ഒരു രാജകുമാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേശവാസികളൊക്കെ കൂടി രാജകുമാരിയും രാജകുമാരനും തമ്മിലുള്ള ഇഷ്ടത്തെ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യാനാ, അമ്മിണി രാജകുമാരിയെ കൊട്ടാരത്തിലിട്ട് പൂട്ടി. അങ്ങനെ ഒരു ദിവസം രാജാവ് രാജകുമാരനെ നാട് കടത്തി. അതറിഞ്ഞ അമ്മിണി ഒരു റോഡിൻ്റെ വളവിൽ വന്നിരുന്നു. നല്ല മഴയായിരുന്നു. ആ മഴ മൊത്തം കൊണ്ടു. എന്നിട്ടോ അടുത്ത ദിവസം അമ്മിണി മരിച്ചു കിടന്നു. പിന്നെ അങ്ങോട്ട് ആ നാട്ടുകാർക്കും ആ ദേശവാസികൾക്കും ഒരു സമാധാനം അവൾ കൊടുത്തിട്ടില്ല. വരുന്നവരൊക്കെ പേടിപ്പിച്ചു കൊടുത്തു. വല്ലാത്തൊരു കഥ. അയ്യോ, കേട്ടിട്ട് തന്നെ പേടിയാണ്. മതി മക്കളൊക്കെ പോയി കിടന്നുറങ്ങിയൊക്കെ. സംസാരിക്കാൻ വരെ തോന്നിപ്പോയി. എല്ലാരോടും പറഞ്ഞു പറഞ്ഞ ആ പാവത്തിനെ പ്രേതാക്കിയതായിരിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടാ? മതി മതി, ഈ വക ടോക്കൊന്നും ഇവിടെ വേണ്ട. പോയി കിടന്നുറങ്ങും. ഓ ശരി ശരി. എന്താ ഒരു സൗണ്ട് കേട്ടത്? ആദ്യം ഇവിടെ ഇട്ടുണ്ണിച്ചേട്ടൻ്റെ കടയടാ, ഐസ്ക്രീം കട. അത് രാത്രിയിലാണ് തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഐസ്ക്രീമോ? കൊള്ളാലോ. പോയി കഴിച്ചാലോ? പോയി കിടന്നുറങ്ങടാ, കുറെ നേരമായല്ലോ. ഓ ശരി ശരി. അതെ, അവനെ നോക്കിക്കേ, കണ്ണു തുറന്നുറങ്ങണുണ്ട്. രാത്രിയിൽ വരെ കണ്ണടയ്ക്കാൻ പേടിയായിരിക്കും ഭാവത്തിൽ. അതുണ്ടല്ലോ, നമുക്ക് അമ്മിനി ഇവിടെ വരെ ഒന്ന് പോയാലോ? ഈ രാത്രിയിലോ? ചുമ്മാ പോവാന്നേ. എന്നാ അവിടെ ഒന്ന് അറിയാലോ. അതും പാവം അമ്മിനി. നമുക്ക് അവിടെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ, എനിക്കും തോന്നുന്നു. നമുക്കൊന്ന് പോയാലോ? നമുക്കിപ്പോൾ പോയിട്ട് അരമണിക്കൂറിൽ തിരിച്ചു വരാം. അപ്പോൾ ആരും അറിയില്ല. എങ്ങനെയുണ്ട്? ഓക്കെ സെറ്റ്.
ലെറ്റ്സ് ഗോ. ടോർച്ച് എടുത്തോട്ടാ, ഒരു ഫോൺ. ഓക്കെ. അത് ശരി, അവൾമാരെ എന്നെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് തോന്നണേ. അങ്ങനെ കിട്ടാൻ പറ്റൂലല്ലോ, ഞാനും പോവും. ഞാൻ ചെരുപ്പിടാത്തോണ്ട് എന്താണ്ടും പോലെ. അതെന്താ പറ ചെരുപ്പിടാഞ്ഞേ? അതോ ചെരുപ്പ് ഫ്രണ്ടിലാണ് കിടന്നേ, അതെടുക്കാൻ പോയാൽ പിടിക്കപ്പെടും, അതുകൊണ്ട്. കൊള്ളാം കൊള്ളാം. ആ വേഗം പോവാ, ആരുമില്ല എവിടെയെങ്കിലും. എടി പിള്ളാരേ, പാഞ്ഞു പോവാണ്ട് എന്നെ കൂടെ കൊണ്ടുപോടി. അയ്യോ വാസു, ഇതെന്നാടി? അയ്യോ വാസു. അല്ലല്ലല്ല, ഹായ് വാസുന്ന്. അതെ, ഹായ് വാസുന്ന. എന്നാടി ഐസ്ക്രീം കഴിക്കാൻ എന്നെ വിളിക്കാണ്ട് പോണേ? ഓ അതായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം. ഇവനോടൊന്നും പറയണ്ട, തൽക്കാലം ആ പേര് ഇവിടെ പറയണ്ട. എടി പിള്ളാരെ, നിങ്ങളോട് ചോദിച്ചാ എന്താന്ന്? അത് പിന്നെ നീ ഉറങ്ങൂല? ഞാൻ ഉറങ്ങിക്കോട്ടേന്ന് വെച്ചു. ശേല എന്റെ ചങ്ക്, എന്നെ മുത്താടി നീ. എന്നാലും എനിക്ക് ഐസ്ക്രീം കഴിക്കണമായിരുന്നടി, ഞാനും വരാം. എന്നാ വാ പോവാ. എടിയേ, കൊറേ നേരം അതിൽ നടക്കുന്നു. ഐസ്ക്രീം കട ഇത്ര ദൂരായിരുന്നോ? പിന്നെ അല്ലാണ്ട് നീ എന്താ വിചാരിച്ചേ, തൊട്ടടുത്താണോ? അത് തൊട്ടടുത്താണല്ലോ അത് കേട്ടത്. മിണ്ടാണ്ട് നടക്കടാ, വേഗം വാ. എല്ലാരും അറിയുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വീട്ടിൽ തരേണ്ടതാ, വേഗം വാ. അതിപ്പോ അറിഞ്ഞാ ഐസ്ക്രീം കഴിക്കാൻ പോവല്ലേ? പാതിരാത്രി പോയാൽ നല്ല വില കിട്ടും, അപ്പൊ മനസ്സിലാവും. അല്ല പിന്നെ എടി പിള്ളേരെ, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. പേടിക്കൊന്നും വേണ്ട, വേഗം വാ. ഇല്ല കട അടച്ചു. അതെ, പിന്നെ ഐസ്ക്രീം കിട്ടിയില്ലെന്നൊന്നും പറഞ്ഞിട്ടത്. ആരുമില്ലല്ലോ ഇവിടെ. എന്തിട്ടാടി? ആ എന്തായാലും പോയി നോക്കാം. ഇവളന്മാര് പറയണ കേട്ടാ എന്താ പ്രേതത്തെ തേടി പോണ പോലെ ഉണ്ട്. സത്യം പറയണോ? വേണ്ട വേണ്ട, വിട്ടോ വിട്ടോ. എന്റെ അറിവിൽ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഞാൻ അതോടി കഴിഞ്ഞാ നല്ല അടിപൊളി ഐസ്ക്രീം കഴിക്കാം. അല്ലേടി? അതെ. ആരാടി ഷൂ വെച്ചാ? ഞാനൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ലടി, ഞാൻ സത്യമായിട്ടും കേട്ടു. ആസിച്ചായോ ഓരോ സൗണ്ട് ഉണ്ടാക്കി ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കല്ലേ? അല്ലടി, ഞാൻ കേട്ടതാ. നേരെ ഇപ്പൊ ഞാനും കേട്ടു. അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ അമ്മണി വളവിൽ എത്തിയല്ലോ. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ അമ്മേനെ കാണാൻ വന്നതാ. നീ എന്താ വിചാരിച്ചേ? ഒന്ന് പോയേടി, ഐസ്ക്രീം ആന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ വാസുച്ചായ പേടിച്ചാലോന്ന് ഓർത്താ. നോണച്ച് കൂട്ടങ്ങള്. വാടി വാടി പോകാം പോകാം, ഇവിടെ സ്ഥലം അത്ര പന്തിയല്ല. അയ്യോ കണ്ടിട്ട് തന്നെ പേടിയാണേ. എന്നാ വാസുച്ചായ അങ്ങ് ഒറ്റക്ക് വെക്കോ, ഞങ്ങൾ എന്തായാലും അമ്മണിയെ കടണ്ടേ വരുവുള്ളൂ. പോടിയിരുന്നു അമ്മണി. അമ്മണി അമ്മണിയേ അമ്മണി, നിന്റെ ഒക്കെ പണിയിലിരുത്തിയല്ലേ അവൾക്ക് പേരിട്ടെ. അമ്മണി അമ്മണി വരും. എടി വാടി പോകാടി. ഇങ്ങനെ പേടിക്കാതെ ചെറുക്കാ. അതെ അതെ, മനുഷ്യന്മാരെ കുറച്ച് ധൈര്യമൊക്കെ വേണം. കഷ്ടം തന്നെ, പേടിച്ച് ബോധം പോവാടാ. അതെന്താ സൗണ്ട് കേട്ടെ? എല്ലാത്തിനെയും ഞാൻ ഇന്ന് ശരിയാക്കും. അമ്മണി ചേച്ചി, ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾ ചേച്ചിയുടെ കട വെട്ടിട്ട് വന്നതാ. അതെ, ഞങ്ങളൊന്നും ചെയ്യില്ല ചേച്ചി. പ്ലീസ് ചേച്ചി, പ്ലീസ്, ഞങ്ങൾ പൊക്കോട്ടെ. ആരും എങ്ങോട്ടും പോയില്ല. പ്ലീസ് പ്ലീസ്. ഇതെവിടുന്നാ പട്ടി ഓളിയിടണ? അയ്യോ, പട്ടി അങ്ങനെ വന്ന് കടിച്ചോ? എടി അവിടെ ഒരു പ്രാവം. കുറെ നേരമായല്ലോ. ഇതാരാ? ഏതാ? ആ നിൽക്കണാരാ വേഗം? അയ്യേ ഇതാ. വെള്ളസാരിയൊക്കെ എന്ത്? പ്രാതത്തെ അപമാനിക്കുന്നു. എല്ലാത്തിനെയും ചോര കുടിക്കുന്നു. ഇനി ഒറ്റൊരു വഴിയേ ഉള്ളൂ. എന്താ ചെയ്താ? പറയാഞ്ഞ. മീനു കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റുന്നില്ല. ലച്ചു കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. വാസോ നീയോ? എന്തേലും പറയടി, എങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. എല്ലാം ഓടിക്കളഞ്ഞോ? എന്താടാ, നിനക്കത്ര പേടിയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പോവാ. ഈ ആൾമാരെന്നെ എടിയേ, എന്നെ പ്രായം പിടിച്ചടിയേ. ഓടി വാടി രക്ഷിക്കേ.
തൽക്കാലത്തേക്ക്. അതെ അതെ, മുത്തശ്ശി പറഞ്ഞ കേട്ടാ മതിയായിരുന്നു, ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. വാ നമുക്ക് വേഗം പോകാം, ഇവിടെ നിന്ന് അപകടമാ. ആദ്യമായിട്ട് ഒരു പ്രേതത്തെ നേരിട്ട് കാണണം. ഇപ്പൊ പിടിച്ച് ചോര കുടിച്ചേനെ. അതെ അതെ, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നമുക്കിത് എന്തിന്റെ കേടായിരുന്നു. അതെ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, അബദ്ധം പറ്റിയല്ലോ. എന്നാ പോകാം, വാ. അയ്യോ പോകല്ലേ, വാസു എന്തേ? വാസു വാ വാ വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ അവനെവിടെ? അയ്യോ പാവം, അവൻ എവിടെ പോയി? അയ്യമ്മ, നോക്കാം നോക്കാം. വാസു 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 വാസു. അയ്യോ വാസു എവിടെ പോയി? അവനെന്താ വിളിയാക്കാത്തെ? വാസു അവനെ കാണുന്നില്ല. അവൻ എന്ത് പറ്റി? വാസു നീ എവിടെയാ? വാസു ഓടി വാ. നമ്മളിനി ഇവിടെ നിന്നിട്ട് എന്തിനാ? അവനെ കാണുന്നില്ലല്ലോ. നമുക്ക് വീട്ടിലോട്ട് പോകാം. വാസു ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ പോകും? അതെ, നമ്മൾ എന്ത് ചെയ്യും? എന്നാലും അവന് എന്ത് പറ്റി കാണുവന്? വാസുവിനെ കിട്ടാണ്ട് നമ്മൾ എങ്ങോട്ടുമില്ല, നോക്കിക്കോ. വാ നമുക്ക് അവനെ അന്വേഷിച്ച് പോകാം, അതാ നല്ലത്. ആ പ്രേതം നമ്മളെ ഉപദ്രവിക്കും, അതത്ര പന്തിയല്ല. നമുക്ക് വീട്ടിലോട്ട് പോകാം. അവനിപ്പോ എവിടെയാന്ന് വെച്ചാ നമ്മള് അന്വേഷിക്കുക. ഇവിടെ നിൽക്കുന്നത് അപകട. പോയാലോ? ശ്വേത! വാസു! അവൻ നമ്മുടെ ചങ്ക. അവനില്ലാണ്ട് നമ്മൾ എങ്ങോട്ടും പോയില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ അവനെ രക്ഷിക്കും. അതെ, വാ നമ്മൾ അവനെ രക്ഷിച്ചേ ഇനി വരുള്ളൂ. നമുക്ക് എന്ത് പറ്റിയാലും സാരമില്ല, അവനില്ലാണ്ട് നമ്മൾ പോകത്തില്ല. ദേ അവിടുന്ന് സൗണ്ട് കേട്ടെ. ദേ പോകുന്നു. ഈ സ്ഥലം കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലെന്നാ തോന്നുന്നേ. ദേ നോക്കി, അവൻ ആ കാണുന്ന ബംഗ്ലാവിലോട്ടാ കൊണ്ടുപോയേ. അയ്യോ, നമ്മൾ എങ്ങനെ അതിനകത്ത് കയറും? എനിക്ക് പേടിയാവുന്നു. അവനൊന്നും പറ്റാണ്ടിരുന്ന മതിയായിരുന്നു. വാ, നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് വേറെ വഴിയില്ല. എന്റെ പൊന്നു, എന്താ ഇത്? രാവണൻകുട്ടി കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് മേല. എങ്ങനെയെങ്കിലും അകത്ത് കിടക്കണം. വാ. ലച്ചു, ശ്വേത, മീനു, എന്താ ഇത്? നമ്മളെന്തീ കാണുന്നേ? മിണ്ടല്ലേ മിണ്ടല്ലേ. വാ, നമുക്ക് ഒച്ചെടുക്കാണ്ട് പയ്യെ പയ്യെ പോവാം. വാ എല്ലാരും വാ. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ടാ. അവനില്ലാണ്ട് നമ്മൾ തിരിച്ചു വരത്തില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. അതെ, നമുക്ക് എന്ത് സംഭവിച്ചോട്ടെ, നമുക്ക് പോവാം. രണ്ടും കൽപ്പിച്ചകത്ത് കയറാം. വാ വാ വാ, ഒച്ചനല്ലേ? അവിടുത്തെ കല്ലല്ലേ, അത് അഴിച്ചു വിട്, അഴിച്ചു വിട്, എനിക്ക് പോകണം. അമ്മടി, എടി അമ്മടിയേ, ഒന്ന് വാടി, എതിരാടി, പ്ലീസ് അട്ടടി പ്ലീസ്, അഴിച്ചു വിടടി. എന്റെ കൂട്ടുകാരെ കാണാതിരിക്കുക. എന്താ ചെയ്യാവേ ഉള്ളടി, അഴിച്ചു വിടടി ഒന്ന്. ലച്ചു, ശ്വേത, മീനു, എന്താ ഇത്? നമ്മളെന്തീ കാണുന്നേ? മിണ്ടല്ലേ മിണ്ടല്ലേ. വാ, നമുക്ക് ഒച്ചെടുക്കാണ്ട് പയ്യെ പയ്യെ പോവാം. വാ എല്ലാരും വാ. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ടാ. അവനില്ലാണ്ട് നമ്മൾ തിരിച്ചു വരത്തില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. അതെ, നമുക്ക് എന്ത് സംഭവിച്ചോട്ടെ, നമുക്ക് പോവാം. രണ്ടും കൽപ്പിച്ചകത്ത് കയറാം. വാ വാ വാ, ഒച്ചനല്ലേ? അവിടുത്തെ കല്ലല്ലേ, അത് അഴിച്ചു വിട്, അഴിച്ചു വിട്, എനിക്ക് പോകണം. അമ്മടി, എടി അമ്മടിയേ, ഒന്ന് വാടി, എതിരാടി, പ്ലീസ് അട്ടടി പ്ലീസ്, അഴിച്ചു വിടടി. എന്റെ കൂട്ടുകാരെ കാണാതിരിക്കുക. എന്താ ചെയ്യാവേ ഉള്ളടി, അഴിച്ചു വിടടി ഒന്ന്. എന്റെ പൊന്നു, ഇതെന്ത് പ്രേതാലയം തന്നെ. ഇത് പ്രേതാലയം തന്നെയാ, അമ്മിണി പ്രേതത്തിന്റെ. ആരും ഒച്ച വയ്ക്കരുത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എങ്ങനെയെങ്കിലും നമ്മൾ അവനെ കണ്ടെത്തിയേ പറ്റൂ. പയ്യെന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കണ്ട വിളിക്കണ്ട. വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് തന്നെ പണിയാവും. നമുക്ക് പയ്യെ സൈലന്റ് ആയിട്ട് തപ്പി കണ്ടുപിടിക്കാം. എന്നാ പയ്യെ വിളിച്ചു നോക്കാം. വാസു, വാസു. അതെന്തായിരുന്നു? പേടിക്കണ്ട പേടിക്കണ്ട, നമുക്കൊന്നും പറ്റിയില്ല. ഇനി ഇവിടെ നിൽക്കുന്ന അപകട. വേഗം തന്നെ തപ്പി കണ്ടുപിടിക്കണം. വാ വാ. ആരും
കൂട്ടം തെറ്റി പോയത്. ഇല്ല. ദേ ആ window കണ്ടോ? അതിൽ കൂടി നോക്കിയാലോ? ഒരാൾ പോയി നോക്കിട്ട് വാ. ഞാൻ തന്നെ പോവാ. ആരും അനങ്ങില്ലേ? വാസു, വാസു. ദേ വാസു ഇവിടെയുണ്ട്. ഹേ, ശരിക്കും? അതെ, ഇവിടെയുണ്ട്. വാ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ആ, പകുതി സമാധാനായി. അതെ, അവൻ എന്ത് ചെയ്യും അവിടെ? അവന് കുഴപ്പമൊന്നുമില്ല. അവനെ കെട്ടിയിട്ടേക്കുക. പ്രേതം എങ്ങനെ കെട്ടിയിടും? വാ, എന്തെങ്കിലും നമുക്ക് നോക്കാം. ഹലോ, ഇത് ഞാനാ. ഒരു കുട്ടീനെ ഇവിടുന്ന് കടത്താനുണ്ട്. എത്രയും പെട്ടെന്ന് വരണം. നിങ്ങൾക്ക് വഴി അറിയില്ലെന്നോ? എന്നാ ഞാൻ ദേ വരുന്നു. ഒരാളെ കിട്ടിയോളൂ. ഞാൻ ദാ വരുന്നു. വാസു, എണീക്ക്, എണീക്ക്. അയ്യോ, ഇവനെന്താ മിണ്ടാത്തെ? വേറൊന്നുമില്ല, പാവത്തിൻ്റെ ബോധം പോലെ ആയിരിക്കും. വാ, നമുക്ക് എടുത്തോണ്ട് പോവാം. ശരി എന്നാ, വാ, എടുത്തോ. ശ്രദ്ധിച്ചു വേണം പോവാൻ. വന്ന വഴി തന്നെ ഇറങ്ങാം. അവിടെ ആരും ഉണ്ടായില്ലല്ലോ. മനിതർ ഉണർന്നു കൊള്ള. ഇത് മനിതർ കാതലല്ല. എടാ വാസു, വാ, നമുക്ക് പഠിക്കാം. എടാ വാടാ, പഠിക്കാണോ? എന്നെ വന്നോ എന്നെ നിർബന്ധിച്ചല്ലേ? ഇന്നത്തെ കാര്യം നിനക്കറിയാലോ. അറിയാവേ, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറിയത് നമ്മുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ പോടിയെന്ന് ജീവൻ കിട്ടിയതിന്റെ ഭാഗ്യം പറ. അതും പഠിത്തം തമ്മിൽ എന്താണ് ബന്ധം? വാ, പഠിക്കാന്നേ. എലി, ഞാൻ ജീവിതം ഒന്ന് ആസ്വദിച്ചോട്ടെ. ഇന്നലെ എല്ലാം തീർന്നല്ലേ വിചാരിച്ചേ? മാർക്ക് വരുമ്പോൾ നല്ല ആസ്വാദനമായിരിക്കും. ഞാൻ ഒരു പഠിപ്പിയാടി. എനിക്ക് 5 മിനിറ്റ് മതി. നീ പോകാ. അമ്മനെ വളവെ കൊണ്ടുവരണോ? എന്നെ പേടിപ്പിക്കാതെടി. ആ ശരി, നീ ഈ കാട്ടും കഴിഞ്ഞ് അങ്ങ് വന്നേക്കണം. ഇല്ല അമ്മയുടെ കയ്യിൽ നിന്ന് നിനക്കും കിട്ടും കേട്ടല്ലോ. നീ ഒച്ച വെച്ച് അമ്മനെ വരുത്തിക്കല്ലേടി. പൊടി പൊടി പൊടി. പ്രേതം വരൂട്ടോ, അവിടെ ഇരുന്നോ. പ്രേതോ? വാർത്ത കണ്ടുകളയോ? കൊണ്ടായി വിൽക്കാന എല്ലായിടത്തും പോയി പിച്ചെടുക്കേണ്ടി വന്നേടി ഞാൻ. എന്റെ പൊന്നോ, നിന്റെ ഒക്കെ വാക്കും കേട്ട് അവനെ തിരിച്ചാ കണ്ടല്ല. കണ്ട ഇപ്പൊ വാർത്ത കണ്ട എന്നെ പടം കൂടി വരണ്ടായിരുന്നു. കാണാനില്ലെന്ന് പറഞ്ഞു. മര്യാദ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞു കൊടുക്കണം കണ്ടല്ല. എന്തോ പന്തികേടുണ്ടല്ലോ. എന്ത് പറ്റി വാസിച്ചായ? പേടിച്ച് വട്ടായോ? അതെ, പേടിച്ച് വട്ടായത് തന്നെ. ആരോടെങ്കിലൊക്കെ പറഞ്ഞാലോ? കള്ളക്കൂട്ടങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കോ. എന്റെ മേശയിലെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുമല്ലേടി. മിണ്ടാതെ ഇരുതോണം കേട്ടില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ല. വിശ്വസിച്ച മര്യാദക്ക് ഒന്ന് പോടാറട്ടാ. എല്ലാം പഠിക്കാണെങ്കിൽ വാ. മക്കളെ, നിങ്ങൾ അറിഞ്ഞോ? അമ്മിണി വളവിലെ അമ്മിണിയെ പൊക്കി. അവൾ തട്ടിപ്പുകാരിയായിരുന്നു, പ്രേതമൊന്നും അല്ല. തട്ടിപ്പ് സംഘത്തെ പിടികൂടിയെന്ന് പറഞ്ഞ് ഇപ്പോൾ വാർത്തയുണ്ട്. അത് പറയാൻ വന്നതാ മക്കളെ. അതൊരു കെട്ടുകഥയായിരുന്നു മക്കളെ. ക്ഷമിക്കണം എന്നോട്. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുട്ടി ബോസ് എന്ന റിയാലിറ്റി ഷോയിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അയക്കുന്നുണ്ട്. ഈ വെക്കേഷൻ ഫുള്ളും ആ ഒരു മത്സരത്തിലായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേര് തരാം. നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തുന്നുണ്ട്. ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ
ഏതൊക്കെ ഇനത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ആഫ്റ്റർനൂൺ ബാച്ചിനും സെയിം മത്സരം ഉണ്ടായിരിക്കും. അപ്പോൾ റിസൾട്ട് വരാൻ ഇന്ന് രാത്രിയാവും. അപ്പോൾ സെലക്റ്റായ എല്ലാവരുടെ വീട്ടിലോട്ടും വിളിച്ചു പറയും. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും പോകാൻ റെഡി ആയിരിക്കണം. പിന്നെ നിങ്ങൾ പരസ്പരം ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മത്സരത്തിലുണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, എല്ലാം നിങ്ങളെ അറിയിക്കും. ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുറേ നാളത്തെ സ്റ്റഡീസ് എല്ലാം ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിന്നീട് പഠിക്കാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് 10 lakh rupees നിങ്ങൾക്ക് വെറുതെ കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുക, വിജയിക്കുക. വിന്നറാവുന്ന ആൾക്ക് മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. താല്പര്യമുണ്ടെങ്കിൽ പേര് തന്നിട്ട് പോവുക. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്. എന്തിനാ പിള്ളേരെന്തേ? എന്റെ ചേട്ടാ, പിള്ളേര് നിലത്തൊന്നും അല്ല, കുട്ടി ബോസ് പോണെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റില്ല. ആഹാ, അതിന് സെലക്ട് ആവണ്ടേ, എങ്കിലല്ലേ പോകാൻ പറ്റൂ. ഇപ്പൊ തന്നെ സെലക്ട് ആയ പോലെ തന്നെയാ അവരുടെ സംസാരമൊക്കെ. മക്കളുടെ ഒരു കോൺഫിഡൻസേ. അല്ല ചേട്ടാ, സെലക്ട് ആയ വിടണോ നമ്മള്? ഇത്രയും ദിവസം എങ്ങനെയാ മക്കളെ പിരിഞ്ഞിരിക്കുക? എന്താ എന്തിനാ ഈ പറയണേ? എന്തായാലും മക്കളെ വിടണം. നമുക്കും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. മക്കളെങ്കിലും അടിച്ചു പൊളിക്കട്ടെ അങ്ങോട്ട്. എന്നാലും ചേട്ടാ, പിള്ളേര് ഇത്രയും ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാന്ന് വെച്ചാ. എനിക്ക് ആ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ടി വിയിൽ ലൈവായിട്ട് കാണാമല്ലോ അവർ എന്താ ചെയ്യണേന്നൊക്കെ. ആ, ആദ്യം സെലക്ട് ആവുമെന്ന് നോക്കട്ടെ, എന്നിട്ടാ ബാക്കി. അമ്മേ, അച്ഛാ. എന്താ പറയൂ, എന്താ വിശേഷം? അതോ അച്ഛാ, പറയാങ്ങോട്ട്. അച്ഛാ, അമ്മേ. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ മക്കളെ? അതോ അതെ അച്ഛാ. കുറെ നേരമായല്ലോ രണ്ടും കൂടി. എന്താ കാര്യം? ഞാൻ പറയാം ചേച്ചി. അച്ഛാ, അച്ഛന് വല്ല കോളം വന്നോ അച്ഛാ? ഇല്ലല്ലോടാ, എന്തേ? സെലക്ട് ആയെങ്കിൽ വിളിച്ചു പറയാൻ മതിയാ പറഞ്ഞേ. ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ. അതൊക്കെ വിളിച്ചോളും മക്കളെ. നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാണ്? ടെൻഷനാകാമേ, സന്തോഷം. ആദ്യം സെലക്ട് ആവട്ടെ, എന്നിട്ട് മതി കേട്ടോ. ശരിയല്ലേ അമ്മേ? ഹലോ, ആ ഗുഡ് ഈവനിങ് മിസ്സേ. ആണോ? ഓ ഹോ ഹോ. ആ കുഴപ്പമൊന്നുമില്ല. ആ, ഞങ്ങൾ എന്തായാലും വിടാൻ തന്നെ ഇരിക്കുക. ഓക്കെ മിസ്സേ, ഓക്കെ. ഇത് കേട്ടാ പിള്ളേര് സന്തോഷിക്കും. താങ്ക് യു മിസ്സേ, താങ്ക് യു. എന്താ ഇവര്? ആരെ വിളിച്ചേ? ആരാന്നറിഞ്ഞാ മക്കള് ഞെട്ടു. നിങ്ങളുടെ മിസ്സാ വിളിച്ചേ. ഇവര് സെലക്ട് ആയിട്ടുണ്ട്, നാളെ തന്നെ പുറപ്പെടണോന്ന്. ശരിക്കാണോ? അതെ, ശരിക്കും. എന്നാ മക്കളെ, സന്തോഷായില്ലേ? നല്ല സന്തോഷം. കൺഗ്രാജുലേഷൻ മക്കളെ. താങ്ക് യു അച്ഛാ. മക്കളെ, നിങ്ങൾ പോയി ജയിച്ചു വരണം കേട്ടോ. അതെ, നല്ലോണം പെർഫോം ചെയ്യണം. ഓക്കെ. ഹലോ ചേച്ചി, ഇനി എങ്ങനെ റിസൾട്ട് മാറിപ്പോയെന്ന് പറയാൻ വിളിക്കണോ? ഒന്ന് പോടി, ഒന്ന് പോസിറ്റീവായി ചിന്തിക്കും. ആ ആന്റി, എന്തുണ്ട് വിശേഷം? ആ, ഓ ആണല്ലേ. ആഹാ, ഇവര് സെലക്ട് ആയി. ഓഹോ, വരാൻ പറ്റില്ലേ? ഒരുമിച്ച് വിടാനോ? ഓക്കെ. ആ, ഒരു കുഴപ്പമില്ല. ഒരുമിച്ച് പോട്ടെ. ആ, നാളെ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ, ശരി. ആരമ്മ വിളിക്കാ? വാസുവിൻ്റെ അമ്മമ്മ. വാസു മത്സരത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ വാസുവിൻ്റെ വീട്ടിൽ പപ്പ ഇറങ്ങിയ വിഷയമാണ്. പപ്പ അറിയാണ്ട് അവനെ മത്സരത്തിൽ വിടാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വിടട്ടേന്ന് ചോദിച്ചു. അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു നിങ്ങൾ മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ മതി, പക്ഷെ വേറെ ആരോടും പറയരുതെന്ന്. ഹായ്, വാസുണ്ടോ? അപ്പോൾ ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് പോയാൽ മതി കേട്ടോ. നാളെ എയർപോർട്ടിൽ കൊണ്ടുവിടും. നിങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോകണം, കേട്ടില്ല? ഹായ്, സൂപ്പർ. സന്തോഷായില്ലേ? എന്നാ ചെല്ല്, ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ഓക്കെ അച്ഛാ. അല്ല, വാസി ഇങ്ങോട്ട് വരുമോ? ഇല്ല, നമ്മൾ പോകുന്ന വഴിക്ക് അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അവൻ്റെ പപ്പ രാവിലെ ഓഫീസിൽ പോകും. അത് കഴിഞ്ഞിട്ട് അവരെന്തോ സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അയക്കുന്നേ. അത് നമ്മുടെ വായിന്ന് കുട്ടി ബോസിന് ചാടരുതെന്ന് അമ്മമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഈ കാലത്ത് ഇത്ര സ്ട്രിക്റ്റ് ആയി. കുറച്ച് പാടാണ്. എന്നാലും നുണ പറഞ്ഞൊക്കെ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. നുണയൊന്നും അല്ല ചേട്ടാ, അവന് സമ്മർ ക്യാമ്പിൽ തന്നെയല്ലേ വിടുന്നേ. പിന്നെ ആണെങ്കിൽ അവൻ്റെ അമ്മൂമ്മയാണല്ലോ വിടുന്നേ. ഇതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. മക്കളൊക്കെ പോയി അടിച്ചു വിളിക്കട്ടെ. ഈ കാറിന്റെ മേൽക്കൂര എന്തിനാ? അത് വേണമെങ്കിൽ ഇടാടാ, വേണമെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പൊ ഈ മഴയൊക്കെ പെയ്താ നമ്മൾ നനയോ? ഇല്ലടാ, കുറച്ച് കാറ്റ് വെളിച്ചമൊക്കെ കിട്ടണ്ടേ, അതിനുവേണ്ടി ഇപ്പൊ എടുത്ത് വെച്ചേക്കുക. എവിടെയാ? വീട്ടിലാണോ വെച്ചേക്കണേ?
അല്ലടാ, ഒരു തുച്ചിട്ടാ മതി, അത് വരും. ആ അങ്ങനെ കാലം പോയ ഓക്കേ. ചവിട്ടി വിടാങ്ങൾ അങ്ങോട്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റാ. ഓടുന്നതിന്റെ ഭാഗ്യം. അച്ഛനെന്തായാലും ഒരു കമ്പനിയായി. അതെ അതെ, രണ്ടും കൂടി ഇരുന്ന് തള്ളിക്കോളും. വണ്ടി കേടായാലും ഇവരുടെ തള്ളുകൊണ്ട് നമ്മളെ എത്തിക്കോളും. മക്കളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടമ്മ, എല്ലാം അതുപോലെ ചെയ്തോളാം. എന്താ ആന്റി, ചേച്ചാ വലിയ കുരുട്ടുമുട്ടി ഉപദേശിച്ചോ? ഇവരെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ. അതൊന്നല്ലടാ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എയർപോർട്ടിലാണെങ്കിൽ എന്താവശ്യമാണെങ്കിലും അപ്പം തന്നെ ഫോൺ വിളിക്കണം കേട്ടോ. ഒന്നും പേടിക്കണ്ട കേട്ടോ. എനിക്ക് കൊള്ളമാതിയ പേടി അല്ല കൂട്ടങ്ങൾ. അതെന്താടാ അങ്ങനെ? അയ്യോ ഞാൻ വെറുതെ പറഞ്ഞ ആന്റി, ഇവരൊക്കെ ചങ്കല്ലേ, ഞാൻ നോക്കിക്കോളാം. മോനുള്ളതാ ഒരാശ്വാസം. അതെ അതെ ആന്റി അങ്കിളെ അമ്മൂമ്മേനെ നോക്കിക്കോണം കേട്ടോ. അത് ഞങ്ങൾ ഏറ്റടാ. പിന്നല്ല. അങ്കിളെ പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു കപ്പലിൻ്റെ മിഠായി വാങ്ങി കൊടുക്കണം കേട്ടോ. ഞാനാ വാങ്ങിക്കൊടുക്കാറ്. ഇപ്പം ഞാനില്ലല്ലോ, അപ്പം അമ്മൂമ്മയെ നിങ്ങൾ വേണം നോക്കാൻ കേട്ടോ. ഓക്കെ മോനെ, ഒന്നും പേടിക്കണ്ട. എത്തി നമ്മള്. ഹായ് ചേച്ചി, എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എന്തിനാണ് പേടിക്കുന്നത്? എടാ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. ഇതൊക്കെ സിമ്പിൾ അല്ലേ, സിമ്പിൾ. ആസു, നീ മുമ്പ് കയറിയിട്ടുണ്ടോ? ഇല്ല, ആകാശത്തോട് പോകാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കോൺഫിഡൻസാ. അയ്യോ ഫ്ലൈറ്റ് വന്നി. അയ്യോ ഇന്നെ വലുതാ, മുഴുത്ത ഫ്ലൈറ്റ്. പിന്നെ നീ എന്താ വിചാരിച്ചേ, റോട്ടിൽ കൂടെ ഓടിച്ചു കളിക്കാനാ? എടാ ഇത്രയും വലിപ്പമാണെന്ന് ഞാൻ വിചാരിച്ചോ. നടക്കങ്ങോട്ട്, സമയം പോകും. ഫ്ലൈറ്റ് വന്നി, ഫ്ലൈറ്റ് വന്നി. എടി കൈ കാണിക്കടി, കൈ പൊക്കി കാണിക്കുക, എങ്കിലും അവിടെ നിർത്തോളൂ. ഇല്ല നിർത്തൂല. പൊക്കി പൊക്കി. ഇനി ആള് കയറാനാണെന്ന് വിളിച്ചു പറ. ആള് കയറാനുണ്ടേ, ആള് കയറാനുണ്ടേ. അല്ല നീ എന്താ പൊക്കി വിളിച്ചു പറയാത്തെ? അത് പിന്നെ എല്ലാരും കൂടി കിടന്ന് കാറി പോകണ്ടല്ലോ, ഒരാൾ പറഞ്ഞാ പോരെ. ഇനിയിപ്പം നിനക്ക് നിർബന്ധമാണെങ്കിൽ ആള് കയറാനുണ്ടേ, നിർത്തേ നിർത്തേ. രണ്ടും കൂടി മനുഷ്യരായിട്ട് മാറ്റിക്കും. മണ്ടി തന്നെ. എടി പാറു, കൈ കാട്ടിയിടി, നാ കിടത്തല്ലേ. അപ്പൊ അങ്ങനെയൊന്നും വിളിക്കണ്ടായിരുന്നോ ചേച്ചി? ഇല്ലടി, അത് നാണക്കേടാ. പോ പോ. വന്നപ്പോ തന്നെ ഒരു പണിയെടുത്തത്. അതെ മാളി ചേച്ചി, നമ്മുടെ ലഗേജൊക്കെ എന്താ അവിടെ എടുത്തോണ്ട് പോകുന്നേ? എടാ അതവിടെ കൊണ്ടുപോക്കോളും, നമ്മളവിടെ ചെല്ലുമ്പോ അവിടെ എത്തിക്കും. അയ്യോ എന്നാ സർവീസ് ആണേ. പൊളി പൊളി. ചേട്ടാ ഏട്ടാ, ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പോയോ? എടാ വാസ് മിണ്ടായിട്ടിരിക്കട്ടെ ഒന്ന്. അത് ഈ ചർക്ക നാണം കിടക്കും നമ്മളെ. എന്നാ വലിയ ക്യൂ അത്? ഇതൊക്കെ കഴിയുമ്പോ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. പാട്ടിനല്ലേടാ, ഡാൻസിന്. എടാ നമുക്ക് ക്യൂ ഒന്നും നിൽക്കണ്ട, നമ്മൾ ഓൺലൈനില്ല സെറ്റാ. നമ്മൾ ടെർമിനൽ 10 തന്നെയാണോ? അതെടാ. അയ്യോ എങ്ങാനും മാറിപ്പോയാലോ? മാറിപ്പോയാ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാടി. വേറെ രാജ്യമോ? ഏത്? ദുബായിലൊക്കെ പോകാടി നമുക്ക്. എനിക്ക് പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നത്? അതിനെനിക്ക് അറബി അറിയില്ലല്ലോ. അത് നമ്മളൊക്കെ ഇല്ലേ അങ്ങോട്ട്. ഈ വാസച്ചായം പറയണ നീ അങ്ങ് കേട്ടാ മതി. അസ്സലാമു അലൈക്കും. വാ അലൈക്കും ഉസ്സലാം. മടി. അയ്യോ നിനക്ക് ഇത്രയൊക്കെ അറിയാവോ? പിന്നെ അല്ല. വാ അടിച്ച് മിണ്ടാണ്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോകും കേട്ടില്ല. വിട്ടോ വിട്ടോ. എടി വാടി, അതാ നല്ലത്. ഹലോ. അയ്യോ ഇത്രയും ദൂരം നടക്കണം. എടാ ദാ വരുന്ന ബസ്സിൽ കയറി പോകണം നമ്മളിനി. എനിക്ക് പേടിയാണ് ചേച്ചി, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ഞാൻ നിന്നെ വിമാനം പിടിച്ച് കടിച്ച. ചേച്ചി അപ്പുറത്തെ സീറ്റിലായി പോയാ? ആടാ എന്നാ പറയാനാ. ആടാ എനിക്ക് വിൻഡോ സീറ്റ് തരോടാ പ്ലീസ്. എടാ പ്ലീസ്. ഇല്ലടി ഞാൻ തരൂല തരൂല, എന്ത് പറഞ്ഞാലും തരൂല കേട്ടില്ല. പ്ലീസ് എടാ, എനിക്ക് അതവിടെ ഇരുന്നാലേ പറ്റുള്ളൂടാ, ഇല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കൂടാ. അതാകുമ്പോൾ എനിക്ക് ഡോറ് തുറന്നിട്ട് ഛർദ്ദിക്കാലോ. ഓഹോ ഈ പെണ്ണ് നാട്ടിക്ക്. എപ്പോഴായിരുന്നു എപ്പോഴായിരുന്നു? എടി നീ സീറ്റ് ബെൽറ്റ് കേട്ടോ ഇട്ടിട്ട്. അതെന്തിനാണ് നമുക്ക് പഞ്ഞു കൊണ്ടെത്തുന്നത്? അതോ അതെ ചെവി വെക്കാനടി. എല്ലാം പറ്റിയാ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മൂക്കിലും വെക്കും. പിന്നെ നീ എങ്ങാനും ജയിക്കുവാണെങ്കിൽ ഈ ക്യാഷ് കൊണ്ട് നീ എന്ത് ചെയ്യും? എടി എനിക്ക് ഒറ്റ ദേശമാണ്, മേശിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കണം. അതിന് കാശ് വേണം, കാശ്. അതിനല്ലേടാ പഠിച്ച് ജോലിയൊക്കെ വാങ്ങുന്നേ. എടി എത്ര വേഗം കട്ടണമെങ്കിൽ അത്ര വേഗം ക്യാഷ് വേണം. അതിന് ഇതേ മാർഗുള്ളൂ, എന്ത് മാർഗേലും ജയിച്ചേ പറ്റൂ. ഞാനും എൻ്റെ മേശി. വളരെ മികച്ചൊരു തീരുമാനം. പിന്നെ അല്ലാണ്ട് നിങ്ങളെ ഭാവി ശൂന്യമാണെന്നാണ് വിചാരം. പൊന്നോ അല്ല. ഫ്ലൈറ്റ് എടുക്കാൻ പോകണം. എല്ലാവർക്കും ഇനി ബസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇനി ബസ്സിന്റെ ആദ്യ അധ്യായം തുടങ്ങുകയാണ്.
പ്രേക്ഷകരെ ചിരിപ്പിക്കുവാനും രസിപ്പിക്കുവാനും മുഴുമുനയിൽ നിർത്തുവാനും അവർ വരുന്നു. നമ്മുടെ കൂട്ടുകാർ മിനി ബോസിന്റെ വിന്നറാരാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കും. ഞാൻ അധികം മത്സ്യം നീട്ടുന്നില്ല. ഉടനെ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെ വിളിക്കാം. മിനി ബോസിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പാർവതി ആൻഡ് മാളവിക രണ്ടും ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ തനിയാണ് അവർ ഇവിടെ നിൽക്കുന്നത്. വെൽക്കം പാർവതി ആൻഡ് മാളവിക. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അതെ, പിന്നെ സാറിനെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട് വിനോദ് കുമാർ സാർ. സിനിമയിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഓഹോ, അങ്ങനെയാണോ? എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. വെൽക്കം ടു അവർ മിനി ബോസ് ഷോ. നിങ്ങൾക്ക് ഇനി മിനി ബോസ് വീട്ടിലേക്ക് പോകാം. മിനി ബോസ് വീട്ടിലേക്ക് സ്വാഗതം. അടുത്തതായി നമുക്ക് വിളിക്കാം വാസു. ഹായ് വാസു, വെൽക്കം. വാസിനും മിനി ബോസ് ഹൗസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഹൗസിലേക്ക് കയറാം. ശരി മോനെ, വിജയിച്ചു വാ. അടുത്ത ആള് ശ്വേത. വെൽക്കം ശ്വേത, വെൽക്കം. ശ്വേതയ്ക്കും മിനി ബോസ് ഹൗസിലേക്ക് സ്വാഗതം. അടുത്തതായി മീനു. അടുത്തതായി മീനാക്ഷി. വെൽക്കം മീനാക്ഷി. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ബാക്കി മത്സരാർത്ഥികളുമായി ഹൗസിൽ കാണാം. ചേച്ചി നോക്കിയേ, എന്ത് വലിയ വീടാണേ. ആടി കണ്ടിട്ട് ഇത് സൂപ്പറാ. പൊളിക്കാനുള്ള സമയം എടുക്കും. ഇവനെക്കൊണ്ട് ഞാൻ തോറ്റ്. ഹലോ, ആരാ വരുന്നേ? എടീ, ഇവന്മാർക്ക് സെലക്ഷൻ കിട്ടിയോ? ഹായ് ബാബു, ഞാനിവിടെ കണ്ടില്ലായിരിക്കും. ഹായ് വാസു, ഞാൻ വൈക്കുവാ. അയ്യോ മീനു, മീനു നീ ഉണ്ടോ? അയ്യോ എനിക്ക് നല്ല സന്തോഷായി. അയ്യോ ഇനി സമാധാനായി, നമ്മുടെ ഗ്യാങ് എല്ലാം ഉണ്ട്. സന്തോഷം. ഇതിപ്പോ എല്ലാവരും ഉണ്ടല്ലോ. അടി ഇതിലെന്താ ഒരു കുയിമ? അടിച്ചു പൊളിക്കാടോ നമുക്ക് വെക്കേഷൻ. അതെ അതെ. ഓ, ഞാൻ ഈ പിക്കറി പിള്ളേരോട് എന്ത് ചെയ്യാനാ? എനിക്ക് മാത്രം ആരും കൂട്ടില്ലല്ലോ. ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിക്ക് വേണ്ടി ആരോ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഒടുന്നടിയെത്തും. സമയമാവട്ടെ അങ്ങോട്ട്. എന്റെ പൊന്നു വാസു, നീ വീട് തൊട്ട് തുടങ്ങിയതാ. ഇനിയെങ്കിലും ഈ വായന്ന് അടിച്ചു വെക്കണ്ട കുഞ്ഞേ. ചേച്ചിയുടെ ഒരു കാര്യം. ഹലോ ചേച്ചി, ദേ നോക്കി ആരാ വരുന്നേന്ന്. ടോമി. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഒരാള് വരുമെന്ന്. അതെ, ഇപ്പൊ എങ്ങനെ ഇരിക്കും? ഓ അങ്ങനെ. അതേടാ അതേടാ, രക്ഷപ്പെട്ട്. എന്റെ കൂടെ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഹായ്. ഹലോ ഗൈസ്, ദേ ലച്ചു. ലച്ചുസേ വാ വാ വാ. ഞാനിപ്പോ നിന്നെപ്പറ്റി വിചാരിച്ചോളാടി. എന്റെ മുത്ത് വന്നില്ലല്ലോ. ഞാൻ അതല്ലേ ഇനി എത്തിയ ചങ്കേ. നിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. തകഞ്ഞി. ഹായ്, ഞാനുണ്ട്. ഇവളും ഉണ്ടോ? ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ. സ്കൂൾ ഫുള്ളും ഉണ്ടല്ലോ ഇവിടെ. അതാ ഞാനും അറിയിച്ചേ. ഹലോ, ഞാനുണ്ട് കേട്ടോ. ഓ, ഇവനും ഉണ്ടോ? എല്ലാരും ഹൗസിന്റെ അകത്തോട്ട് കയറി പോകേണ്ടതാണ്. ബാക്കിയുള്ളവർ നാളെ എത്തും. നമ്മളെ വേറെ വേറെ ടീമാക്കുമെന്നാ കേട്ടത്. ഏത് ടീമായാലും അവസാനം നമ്മൾ ഒന്നിച്ചാവും. അതെ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. ഇനിയും കുറേ പേര് വരാനുണ്ട്. എത്ര ഇപ്പൊ തന്നെ കുറച്ച് പേര് വന്നു. എപ്പോൾ തീരുവല്ലോ. ചുരുക്കത്തിൽ സ്കൂൾ ഫുള്ള് ഇവിടെ ഉണ്ടല്ലോ. പലരും നമ്മളെ തമ്മിലടിപ്പിക്കാൻ എന്തേലൊക്കെ കൊണ്ടുവരും. നമ്മൾ ഒരിക്കലും അങ്ങനെ തമ്മിലടിക്കരുത്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം. അതെ അതെ, അത് ഉറപ്പാ. എല്ലാവരും ഓരോ ടീം തിരിഞ്ഞ് മാറേണ്ടതാണ്. ഒന്ന് സംസാരിക്കാൻ കൂടി സമയമില്ലല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. ഞാൻ എല്ലാവരോടും സംസാരിച്ച് നടക്കുമായിരുന്നു. ഇതേടാ, എല്ലാവരും ടീം തിരിഞ്ഞ് മാറണമെന്ന്. ഞാൻ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരും. സന്തോഷം. ഹലോ. നീ എത്തിയാ? അവിടെ നിൽക്ക്. എല്ലാവരും എത്തിയാ? ഇല്ലടാ, ഇറക്കാം. ഇനിയും കുറേ പേരുണ്ട്. നീ അവിടെ അടങ്ങിയിരിക്കും. ടോബി ഇങ്ങോട്ട് വന്നിരിക്കും. ഞാൻ എന്താ എത്തിപ്പോയി. ഇപ്പൊ എല്ലാവരും ആയെന്ന് തോന്നണം. എല്ലാവരും കൂടി ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് ഞാൻ തന്നെ, ഒരു സംശയമില്ല. ഒന്ന് പോടാ, മുതിർന്നവരാരെങ്കിലും ആവട്ടെ. അതെ അതെ, ഞാൻ മുതിർന്നടി. മിണ്ടാതിരുന്നോ. എന്റെ അഭിപ്രായത്തിൽ മാളിച്ചേച്ചി തന്നെ ആയാൽ മതി. അതെ, മാളു ചേച്ചി. അതെ, ചേച്ചി മതി, ചേച്ചി. ശരി ശരി, ഞാൻ സമ്മതിച്ചു. നമുക്ക് 3 ടീമായിട്ട് മാറാം. കിച്ചൺ ടീം, ക്ലീനിങ് ടീം ആൻഡ് ബാത്റൂം ടീം. ഇതൊക്കെ കിച്ചൺ ടീമിലുണ്ട്. അവരൊരു സൈഡിലോട്ട് മാറി നിൽക്ക്. ഞാൻ കിച്ചൺ ടീം. ഞാനും കിച്ചൺ ടീം. ഞാൻ ക്ലീനിങ് ടീം.
ഞാനും ക്ലീനിങ് ടീം. ഞങ്ങൾ മൂന്നും ബാത്റൂം ടീം. ഓക്കെ, കിച്ചണിൽ കുറച്ച് ആൾ വേണം, അതുകൊണ്ട് ഞാനും കിച്ചൺ ടീമിൽ ചേരുന്നു. ഞാനും ക്ലീനിങ് ടീമാണ്. പാർവതി, ഞാനിവിടെ കിടന്നോട്ടെ? ഇവിടെ ശ്വേതയുണ്ടല്ലോ. സാരില്ല, ഇന്നൊരു ദിവസം കിടന്നോ. താങ്ക് യു. പാലിന്റെ മണം പോലും അറിയത്തില്ല. എടുത്ത് താഴോട്ടിടും ഞാൻ, പറഞ്ഞേക്കാം. അയ്യോ, ഇത് വലിയ കുരിശായല്ലോ. ഞാനൊരു തമാശ പറഞ്ഞാടാ. എടാ മിണ്ടാണ്ടിരിക്കടാ. ഒന്ന് മിണ്ടാണ്ടിരിക്കാ, മനുഷ്യനൊന്ന് ഉറങ്ങണം. എടീ പാറു, ദേ ഇവനെ കൊണ്ട് വലിയ ശല്യാ. ഇതെന്താ കരച്ചിലും പോകലൊക്കെ? ചേച്ചി എന്താ വാസു, നമ്മളെ കിച്ചൺ ഡ്യൂട്ടി അല്ലേ? എന്തൊക്കെയാ ചെയ്യണ്ടേ? ഓ, അതായിരുന്നോ? ചേച്ചി എന്തിനാ ഞെട്ടിയേ? ഇല്ലടാ, നീ പെട്ടെന്ന് വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതാ. നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇവർ ഫുഡ് കൊണ്ടുവരും, നമ്മളത് എല്ലാവർക്കും എടുത്ത് കൊടുക്കണം, പ്ലേറ്റ് കഴുകണം, പിന്നെ നമുക്ക് മാഗി ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും മാത്രമേ അനുവാദമുള്ളൂ. കാര്യം നമ്മൾ ചെറിയ പിള്ളേരല്ലേ. അത് പൊളിച്ച് കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലേ? ഇതൊക്കെ തന്നെ വലിയ പണിയാ വാസു. ഓ സമാധാനം. ചേച്ചി വിശന്നിട്ട് കണ്ണു കാണാൻ മേല. ഫുഡ് ഇപ്പോൾ വരുവാടാ. ചേട്ടാ പൊന്നോ, ഇവനോ? എന്താടാ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട. ഇന്നലെ ഒരു പോളക്കണ്ണ് ഇറക്കിയിട്ടില്ലേ ചെറുക്കൻ. എന്ത് ഫുൾ കരച്ചിലും ബഹളവും കഥ പറയണം. എന്റെ പൊന്നോ, എന്റെ തല. എന്നിട്ടോടാ? വെളുപ്പിന് എന്തോ ഒന്ന് ഉറങ്ങി, അത്ര തന്നെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഫുഡ് ആയിട്ടില്ലടാ, ആവുമ്പോ വിളിക്കാം. ടോമോനെ, നീ ബാത്റൂം ടീമിലല്ലേ, അതുകൊണ്ട് അവിടെ പോയി ക്ലീൻ ചെയ്യണം. അതാട്ടോ. ഓ, എന്തൊക്കെ പരിപാടിയാ. ആ ഫ്ലോ അങ്ങ് പോയി. ഓ, അടുത്തത് എന്താ ചേച്ചി? അടുത്തത് ഒന്നുകൂടി അടുത്ത ഫുഡ് വരുമോ അത് കഴിക്കാന്ന്. ആ, അതായിരുന്നോ? പാറു, നേരത്തെ എണീക്കാൻ പഠിച്ചോ? എണീറ്റ് പോയി ചേട്ടാ, ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ആ രണ്ടെണ്ണം കൂടി എന്ത് ബഹളായിരുന്നോ. പാവം മാസം, അവനിപ്പോ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി എനിക്ക് അമ്മേനെ കാണാൻ തോന്നുന്നു. ആണോ? കുഞ്ഞിന് അമ്മേനെ കാണാൻ തോന്നുന്നോ? ഈ ആഴ്ച ചേച്ചി എലിമിനേറ്റ് ചെയ്ത് വിടാട്ടോ. ചേച്ചി എന്തുവാ? അതാകുമ്പോ വീട്ടിൽ പോയിരിക്കാലോ. ഞാൻ ജയിക്കാനാ വന്നത്, അല്ലാണ്ട് ചേച്ചിനെ പോലെ. എന്നെ പോലെ പറയടി, പാട്ട് പറയടി. നീ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. നീ പറഞ്ഞിട്ട് പോയാ മതി. എന്ത് പറയാനാണ്? ഒന്നങ്ങ് വെച്ചോന്നാണല്ലോ പാറു. അടിച്ചു നോക്ക്, അപ്പൊ തന്നെ ചേച്ചി ഇവിടെ ഔട്ടാ. പൊന്നോ, രണ്ടും കൂടി തുടങ്ങിക്കോ. കേട്ടോ. അല്ല ടോബിച്ചേട്ടാ, ഈ ചേച്ചി പറയുന്നത് കേട്ടോ. ഒക്കെ ടോബിച്ചേട്ടൻ നോക്കിക്കോളാന്നേ. പാറു വെക്കോ. ടോബിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോ പോകുന്നു. ഇല്ല, നീ ഇപ്പൊ എന്നെ തിന്നേന. ഒന്നും മിണ്ടാണ്ടിരിക്കും ആളോ. എനിക്ക് തന്നെ സെലക്ഷൻ കിട്ടിയ വന്നാൽ മതിയായിരുന്നു. ആ ചേച്ചിയുടെ കൂടെ വരേണ്ട ഒരു കാര്യമില്ല. മനുഷ്യന്റെ മൂഡ് മൊത്തം മാറി. ഈ ചേച്ചിക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്തോ. എത്രയും പെട്ടെന്ന് ഔട്ടായി പോയാൽ മതിയായിരുന്നു, സമാധാനം കിട്ടിയത്. എന്ന് ഷോയാണ്. ഒന്നുമില്ല വാസിച്ചായ, എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. എന്നാ പറ്റിയടി? നീ കാര്യം പറ, ആസിച്ചായം പരിഹരിച്ചു തരും. എന്നാ പറ്റാനാടാ? ആ ചേച്ചി വെറുതെ ഷോ കാണിക്കുക. ഓ അതായിരുന്നോ? ചേച്ചി പാവാണല്ലോ, പിന്നെന്താ? ചെറുക്ക പൊക്ക. നീ എന്റെ സൈഡാണോ ചേച്ചിയുടെ സൈഡാണോ? അയ്യോടി സോറി, എന്റെ മുത്തിന്റെ സൈഡല്ലേ. നീ പറയുന്ന ശരി, ചേച്ചി ഷോ തന്നെയാ. നിനക്കത് മനസ്സിലായില്ലേ? ആടി ആസിച്ചായെന്നത് മനസ്സിലായി. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് മേല. എന്നാ ഞാൻ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാം. എന്താടാ? അത് പിന്നെ നീ ചേച്ചിയോടൊന്നും ചോദിക്കരുത് കേട്ടോ. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. എന്ത്? വാസിച്ചായനെ ചിലരൊക്കെ കണ്ട്. എന്ന് കണ്ടു എന്നാണ്? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നാമത് മനുഷ്യൻ ദേഷ്യം വന്നിരിക്കുക. എടീ, നമ്മുടെ മാളി ചേച്ചിയും ടോബി ചേട്ടനും തമ്മിൽ ഡിങ്കോൾഫി ഉണ്ടോന്നൊരു
സംശയം. എന്താണ് നീ പറയുന്നേ? അവര് നല്ല ഫ്രണ്ട്സാ, ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സാ. അതല്ലേ ഇന്ന് ഞാൻ ചേച്ചിനെ കിച്ചണിൽ വെച്ച് കണ്ട് അവര് കൈ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചപ്പോഴേ ചേച്ചി ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ഞാൻ വിഷയമാക്കിയടി, ഞാൻ അതിലോട്ടൊന്നും പോയില്ല. എടാ ഇത് നാട്ടുകാരൊക്കെ കാണും, നീ മിണ്ടാണ്ടിരിക്കേ. ഞങ്ങളീ പെണ്ണെങ്കിൽ തന്നെ ഒന്നും ഇപ്പൊ മിണ്ടണ്ട കേട്ടല്ലോ. ആ ശരി ശരി, നിന്റെ ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ചങ്കല്ലേടി നീ. ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. പഠിക്കാനൊക്കെ കൊള്ളാം. ചേച്ചിയുടെ കയ്യിൽ പൊട്ടീര് വാങ്ങിക്കൊണ്ട് വന്നേക്കരുത്. നിന്റെ ഒരു കാര്യം. ഇവനോ? എന്താടാ പറഞ്ഞു തോലട്ടൊന്ന്. എടാ പാവണ്ടടാ, നീ എന്തിനാ ദേഷ്യപ്പെട്ട? എന്റെ പൊന്നോ, ദേഷ്യപ്പെട്ടതൊന്നുമില്ല, ഞാനേ പേടിച്ചതാ. നീ എന്തിനാണ് അവനെ പഠിക്കണേ? അവൻ ആ ഇത്രയേ ഉള്ളൂ. എടീ നിനക്കിനെ അറിയാൻ പാടില്ലാത്തോണ്ടാ. മനുഷ്യന്റെ ഉറക്കവും കഴിഞ്ഞ് രാവിലെ തൊട്ടേക്ക് തല വരച്ചിരിക്കുക. പറയണ നീ. നിന്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ കേട്ടല്ലോ. എടാ പോടാ, പോയി നിന്റെ പണി നോക്കടാ. സബാഷ്. എന്റെ പൊന്നു മോനെ, നീ ചെല്ല്, ചേട്ടൻ അങ്ങോട്ട് വരാ. എന്റെ അമ്മേ, എന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ഇതുപോലെ ഒരു കുരിശ്. മനസ്സിലായോടി നിനക്ക്? മനസ്സിലായേ? ആണെങ്കി എന്റെ പൊന്ന, ഇപ്പൊ തന്നെ ഷോ പൂട്ടിക്കുവൻ. അയ്യോ അയ്യോ, മര്യാദ ബ്രോക്കോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നല്ല അടി നിനക്ക് കിട്ടും. ആ അടി എന്താ കേട്ടിട്ടില്ലേ? ചുമ്മാ അറിഞ്ഞല്ലേ, വിട്ടേക്ക്. അയ്യേ എടാ, വാസിച്ചേട്ടൻ ഒരു പാവല്ലേടാ, നമ്മുടെ വാസിച്ചേട്ടനല്ലേ. വാസിച്ചേട്ടൻ ആരും തല്ലൂല കേട്ടോ. അതെ, വാസിച്ചേട്ടൻ എപ്പോഴും അങ്ങനെയാ, തമാശ പറയും. ഇവന് എന്ത് തേങ്ങയാ പറയുന്നത്? ആ ശരിയല്ലേ, പിന്നെ ഈ മീൻ ബോസിന്റെ അടുത്ത് അടിച്ച് ഇടിച്ച് എന്നൊക്കെ പറഞ്ഞ ചേതാണല്ലോ, ആദ്യം നിങ്ങൾ എടുത്തിട്ട് അറിയും. ആ ചെല്ലിയല്ലേ, രാവിലെ അല്പം മൂട് മാറിയെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ട്. നീ ആയിരുന്നോ? മനുഷ്യനെ നല്ല ജീവൻ പോയി. അയ്യേ പേടിച്ചേ. കൊല്ലുവോ? മനുഷ്യനെ കൊല്ലുവോ? എന്റെ മീനൂട്ടി ചത്തില്ലെന്നേ ഉള്ളൂ. എന്താ നാടി ഇവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്താണ് എവിടെ ഒരു ബഹളമൊക്കെ? ശരാ, എവിടെയായിരുന്നു? ഒന്നും പറയാനടാ, കുറച്ച് പണിയിലായിപ്പോയി. നമ്മുടെ ഗ്യാങ്ങിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് വേണം രണ്ട് വർത്താനം പറയാൻ. അതെ എന്താടോ ഇവിടെ എന്നെ വിളിക്കാണ്ട്? എന്റെ പൊന്നോ, ആരും വിളിച്ചിട്ടില്ല. എല്ലാരും തന്നെ വലിഞ്ഞു കയറി വന്നേക്കുന്ന. ഞാനങ്ങ് പേടിച്ചു പോയി. എല്ലാരും ഉണ്ടല്ലോ. എന്നാ എല്ലാരും കാണാണ്ട് പഠിച്ചോണ്ട് വന്നേക്കുവാണ്. മനുഷ്യനെ സൗകര്യം കിട്ടാൻ. എന്താ വാസിച്ചായ? ഒന്നുമില്ലടി, എല്ലാരും ഒരേ ചോദ്യം തന്നെ ചോദിക്കണം. അങ്ങനെ പിള്ളേരെ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ എന്തൊരാകാംക്ഷ, പഠിതാടത്തില്ലടി ഒന്നും. പറ വാസിച്ചായ അങ്ങോട്ട്. അത് പിന്നെ നമ്മുടെ അമ്മിണി വളവിന്റെ ഒരു രഹസ്യമില്ലേ? ഹലോ ഗൈസ്, എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, നീ ഒന്ന് നോക്കേ, ഞങ്ങൾക്ക് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. ഞാനോട് കേക്കട്ടെന്നേ, പറയുന്നേ. നിന്നോട് പറയാൻ പറ്റിയതൊന്നുമില്ല, വിട്ടോ. എന്തിനാണ് അവനെ പറഞ്ഞ? അവൾക്ക് വിഷമായി കാണൂലേ? പിന്നെ എല്ലായിടത്തും അവള് വലിഞ്ഞേറി വന്നിട്ടല്ലോ, എനിക്ക് തീരെ പിടിക്കുന്നില്ല.
എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു വാസു. അതെ, സാരിയില്ല, എനിക്ക് എന്തോ പോലെ അവളെ കാണുമ്പോ. ഇതിറ്റങ്ങൾ എന്താണ് ഈ പറയണേ? കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഈ കാര്യം പറ വാസു. ഈ അമ്മിനിയുള്ളതിന്റെ കഥയെ അതങ്ങ് പറഞ്ഞാലോ ഇവിടെ? നമുക്ക് എന്തായാലും അടികിട്ടാനൊന്നും പോണില്ല. നമ്മളെ ഒരു നല്ല കാര്യമില്ലേ ചെയ്തേ, അത് നമുക്ക് ആലോചിക്കുന്നുള്ളൂ കേട്ടോ. അതെ അതെ, ഇനിയിപ്പോൾ അത് ആരോടും പറയാൻ നിൽക്കണ്ട. പറയുമ്പോൾ എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. അതെ, ഇനി ഒന്നും രണ്ടും പറഞ്ഞ് വേറെ കഥയാക്കേണ്ടത്. ഇവറ്റകൾ ഇത് എന്തിൻ്റെ കഥയാണ് പറയണേ? ഇവറ്റകളൊക്കെ നല്ല കൂട്ടാണല്ലോ. എല്ലാത്തിനും പിരിച്ചു കൊടുക്കണം, എങ്കിലേ ഒരു സമാധാനമുള്ളൂ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ പാടി, നമുക്ക് ആ മരത്തെ ഇരിക്കാം. അയ്യോ, ഇങ്ങോട്ട് വന്നണ്ടല്ലോ. പോയേക്കാം പോയേക്കാം. ആരാ ഈ മരം മുറിച്ചത്? ഒരു മരം മുറിച്ചാൽ 100 മരം നടണമെന്നല്ലേ? ചേച്ചി ചേച്ചി, എന്നാടി ചേച്ചി? അച്ചോടാ, എന്നാ പറ്റിയേ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചതും ചോറൊക്കെ കഴിക്കാൻ തോന്നുമോ ചേച്ചി? അയ്യോ, അതായിരുന്നോ? സാരില്ല കേട്ടോ, നമുക്ക് ഇവിടുന്ന് ജയിച്ചിട്ട് ചെല്ലുമ്പോൾ കഴിക്കാമല്ലോ. ചേച്ചി, ഇവിടെ എന്താ ഇങ്ങനെ? നമുക്ക് ഇഷ്ടമുള്ളതൊന്നും തന്നില്ലല്ലോ ഇവര്. അയ്യോടാ, നമുക്ക് നോക്കാട്ടോ. ശരി. എന്നിട്ടോ മോനെ? എല്ലാരും ഇപ്പം ഇങ്ങോട്ട് വരും. വരൂടാ, എല്ലാരും വരും ഇപ്പൊ. കണ്ണിക്കാരട് എന്തേ? അതെ, ഞാൻ എടുത്ത് കളഞ്ഞോളാം. അവൻ ചെല്ല്. പാറു, എന്താടി നിനക്ക്? അവൻ പാവല്ലേ, മര്യാദ സംസാരിക്കും. ഇവന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാൻ പാടാത്തോണ്ടാ താന്നു കൊടുത്താൽ തലയെ കയറുവേ. ഒന്നുമില്ലേ? പാറു, എന്നെ പറ്റി? ഒന്നുമില്ല ചേച്ചി, വെറുതെ ഇങ്ങനെ നിന്നതാ. ഞാൻ വിചാരിച്ചു പാറ കരിയാന്ന്. അല്ലട്ടോ. ഇവറ്റകൾ എപ്പോഴും ഒരുമിച്ച് നടക്കണേ, എങ്ങനെയെങ്കിലും കുത്തി തിരിച്ചേ പറ്റും. ശ്വേത എവിടെയായിരുന്നു? ഞാനും വാസം കൂടി അപ്പുറം ഉണ്ടായി. എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഒത്തുകൂടേണ്ടതാണ്. എല്ലാവരും വന്നു മിനി ബസ്. ഓക്കെ, നിങ്ങളെ വിളിച്ചു വേറെയൊന്നുമല്ല, നമ്മുടെ വീട്ടിലോട്ട് 2 പേരും കൂടി വരികയാണ്. Welcome to Michael and Mercy. അയ്യോ, നേരാണല്ലോ. ഹായ്. പാറ നിരത്തൊന്നും അല്ല. അതെ അതെ, ഇനിയിപ്പോ എന്താകും എന്തോ. മനുഷ്യൻ ചത്തോടെ. എവിടെ മേസി? എവിടെ മേസി? എടി മുത്തേ, എത്ര നാളായി? എന്റെ പൊന്നോ, ഇവനിവിടെ ഉണ്ടായിരുന്നോ? ഈ വാസുച്ചായൻ കാത്തിരിക്കുവായിരുന്നടി, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. പോടാന്ന്, നമുക്കിനി അടിച്ചു കളിക്കാടിയടാ. എല്ലാരും ശ്രദ്ധിക്കുക, ഒരു ദുഃഖവാർത്തയുണ്ട്. ഈ ഷോ ഇവിടെ നിർത്തുകയാണ്. വെള്ളക്ഷാമം മൂലമാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഈ വീട്ടിലെ. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു. ശരിയാ, വന്ന് ഇപ്പൊ തുടങ്ങും. ഹിന്ദി ചിരിയില്ലേ? എന്തോന്നാടി പാടോ? ഞാൻ കാണാമെന്നൊന്നുമല്ല, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കാൻ വന്ന. എന്നാ ചേച്ചിക്ക് കൊള്ളാം. എന്ത് കൊള്ളാന്ന്? ഞാൻ എന്തായാലും ഇത് കഴിയാണ്ട് ചാവിലെ മാറ്റില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. ശരി, നിന്റെ ഇഷ്ടം. ആഹാ, അപ്പൊ എന്തോ ഉണ്ടല്ലോ. എന്ത്? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ചാനൽ മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റും. എന്റെ പൊന്നോ, ഞാനൊന്ന് വെറുതെ ഇരുന്നോട്ടെ, നിനക്കെന്താ? എന്നാ കൊള്ളാം. ഇതെന്നോ നടി നീ കാണുന്നേ? ചെറിയ പിള്ളേര് കാണുന്നൊക്കെ ആയിരുന്നു കാണുന്നേ. തുടങ്ങി. ഇല്ല, നീ കണ്ടോ? എന്താ ഇത്ര സോപ്പൊന്നുമില്ലടി. തല ചേച്ചി അങ്ങോട്ട്. അതോ എടി, നമ്മുടെ വെക്കേഷൻ തുടങ്ങി ഒരാഴ്ച, അത് അങ്ങനെ പോയി. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ എനിക്കുള്ളൂ. ഞാൻ 10ലോട്ടല്ലേ. അപ്പൊ വലിയ 4 വർഷം ഇരുന്ന് പഠിക്കണം ചേച്ചി. ഇങ്ങനെ എന്താ പറയാൻ നോക്കണില്ല? എടി അതല്ലടി, വെക്കേഷന് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. ഹായ്, സൂപ്പർ ഐഡിയ. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അച്ഛനോടും അമ്മയോടും പറയണം. ഹായ് ചേച്ചി, നമ്മളെ കൊണ്ടുപോകായിരിക്കും ഇത്തവണ. നമുക്കൊന്ന് ട്രൈ ചെയ്യാടി. എന്നാൽ പിന്നെ നമ്മുടെ കൂട്ടുകാരെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞാലോ? അതാണ് ഞാനും പറയാൻ വന്നേ. ഞാൻ ഈ പീക്കിരി പിള്ളേരെ കൂടെ നടന്നിട്ടെന്തിനാ? ഞാൻ ആ ടോബിനെയും കൂടി വിളിച്ചോട്ടെ. വിളി. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. എന്ത്? പലരും പലതും പറഞ്ഞു തുടങ്ങി. എന്ത് പലരും പറയണേ? എനിക്കെന്താ? കണ്ണാണ്ടോ, ലക്ഷണാണ്ടോ? ഇതൊക്കെ അതിന്റെ ലക്ഷണം. ഏതിന്റെയാണ്? ഡിങ്കൾഫി. പാറു മറ്റേക്കിരുന്നോ? ഇല്ല, ഇപ്പൊ കിട്ടും നിനക്ക്. പണി പാടി. വെക്കേഷൻ അങ്ങോട്ട് തുടങ്ങിയില്ല, അപ്പോഴേക്കും തുടങ്ങി അലമ്പ്.
രണ്ടും കൂടി ഇവിടെ മിണ്ടാണ്ടിരുന്നോ? ഇല്ല, എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടും. എന്റെ പൊന്നോ, എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാ മതി. എന്ത് ശല്യം, മനുഷ്യ സമാധാനം തരൂല. അമ്മേ, ചേച്ചി, രണ്ടും മിനിറ്റ് പോരുത് കേട്ടില്ല. രണ്ടിനും ഒച്ച പൊഞ്ഞ, ബാക്കി അപ്പ. പിന്നെ കഴിച്ചെങ്കിൽ എണീറ്റ് പോ, കുറെ നേരമായില്ലേ. അമ്മേ, അമ്മേ, ഞങ്ങൾ കുറച്ച് നാളെ ഇവിടെ ഇല്ലാഞ്ഞല്ലോ. ഞങ്ങൾക്ക് വർത്താനം പറയാനുണ്ട്. അതെ അമ്മേ, ഇത്ര ദിവസമായിരുന്നു വർത്താനം പറഞ്ഞിട്ട്. അച്ചോടാ, അതായിരുന്ന ഇങ്ങനെ വർത്താനമൊക്കെ ഞാൻ ടി വി കൂടെ കാണുന്നുണ്ടായിരുന്നു. ചോദിക്കാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നേ. എന്നമ്മേ? ആ, തൽക്കാലം വിട്ടേക്കുന്നു. വേറെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതെ, പറ നോക്കട്ടെ. അതെ അച്ഛാ, അതുണ്ടല്ലോ, ഞങ്ങൾക്ക് വെക്കേഷൻ അല്ലേ. ആ, എങ്ങനെയെങ്കിലും സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു. അച്ഛാ, അച്ഛനൊരു തമാശ പറഞ്ഞല്ലേ, കാര്യം പറ. അപ്പൊ അച്ഛാ, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ? അതെ അച്ഛാ, എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് പോയിട്ട് വരാം അച്ഛാ. എന്തിനാ? പ്ലീസ് അച്ഛാ, പ്ലീസ്. അതെ അച്ഛാ, പ്ലീസ് അച്ഛാ, നമുക്ക് പോകാം, ടൂർ പോകാം അച്ഛാ. എന്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾ നോക്കിക്ക് എന്ത് ചൂടാ പുറത്ത്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. ഈ ചൂടത്ത് ട്രിപ്പ് പോയാൽ നമ്മൾ എന്താവും? അതെ അതെ, എന്ത് ചൂടാ പുറത്ത്. ഇപ്പൊ ഒന്നും എങ്ങും പോണ്ട. അയ്യോ, വേണ്ട അച്ഛാ, അങ്ങനെ പറയല്ലേ. പറയണ കേക്ക് മക്കളെ. ഈ വെക്കേഷന് വീട്ടിൽ തന്നെ കുത്തിയിരിക്കാൻ പറ്റില്ല അച്ഛാ, പറ്റില്ല. പാലു വേണ്ട കേട്ടോ, നമ്മളെങ്ങും പോകുന്നില്ല തവണ. അങ്ങനെ പറയല്ലേ അച്ഛാ, ഒരു വേണ്ടല്ലേ. ഈ വീടിന്റെ അകത്തേക്ക് അടിച്ചുകൂട്ടിയിരിക്കട്ടെ അച്ഛാ. എല്ലാരും പോകും അച്ഛാ അവരുടെ വീട്ടിൽ നിന്ന്. ഞങ്ങളെ മാത്രം എന്നെ കൊണ്ടുപോകാത്തെ. വെക്കേഷൻ അല്ല അച്ഛാ, പ്ലീസ് അച്ഛാ. തുടങ്ങി കീറടങ്ങി. വെള്ളം വേണ്ട, മഴ പെയ്ത് ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. മഴ പെയ്ത് ഞങ്ങൾ കൊണ്ടുപോകും അച്ഛാ. ഉറപ്പായിട്ടും മഴ പെയ്താ അപ്പൊ നമ്മൾ ടൂർ പോകും. ഇനി അതിനായിരിക്കും അടുത്ത കരച്ചിൽ. അച്ഛാ പറ്റില്ല അച്ഛാ, എന്തായാലും കൊണ്ടുപോകണം. മഴ പെയ്ത് ഉറപ്പായിട്ട് കൊണ്ടുപോകണം അച്ഛാ. ആ, കൊണ്ടുപോകാം. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ലേ? നീ ഇരിക്കണ്ട, വിട്ടോ. വർത്താനം പറയാൻ പോലും അച്ഛനും ഇഷ്ടമല്ലേ. എന്റെ പൊന്നു, ചൂടിന്റെ കൂടെ ഇതും കൂടി സഹിക്കാൻ പറ്റില്ല. ഞാൻ പോവാ. രണ്ടിനും കാര്യം കാണാം, നല്ല കേമ. പറഞ്ഞേക്കാം, ഇവിടെ കിടന്നു പോകണ്ട. അച്ഛൻ പറഞ്ഞല്ലോ, മഴ പെയ്യുമ്പോ പോകാന്ന് കേട്ടല്ലോ, അത് മതി. അമ്മേ, പോയാ? പോയടി, സാരില്ല. മഴ പെയ്ത് നമ്മളെ ടൂർ കൊണ്ടുപോകല്ലോ, പിന്നെന്താ. ആ ചേച്ചി, എങ്ങനെയെങ്കിലും മഴ പെയ്താൽ മതിയായിരുന്നു. ആടി, പെയ്യും. നീ എന്നാ മറ്റേ കാര്യം പറയുന്നേ, നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുന്ന കാര്യം? ഇത് തന്നെ ഒപ്പിച്ചെടുത്ത വാഴ എനിക്കറിയാം. പയ്യെ ശരിയാക്കാം ചേച്ചി. എന്താ മക്കളെ, ഇതെന്തിനാമേ ഇത്? അതെ, വിളക്കൊക്കെ എന്തിനാമേ ഇപ്പൊ? അയ്യോ, നിങ്ങൾ മറന്നോ? നാളെ വിഷു അല്ലേ? നാളെയാണ് വിഷു. വിഷു ആയോ അമ്മേ? അതേടാ മക്കളെ, നാളെ വിഷു. അമ്മ അതിന്റെ ഒരുക്കങ്ങളിലാ. എന്റെ മക്കൾ ഇതൊന്നും അറിഞ്ഞില്ലാഞ്ഞോ? ഇല്ലമ്മേ, ഞങ്ങൾ മറന്നുപോയി. അമ്മേ, അച്ഛനോട് പറഞ്ഞ് പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ വാങ്ങണം കേട്ടോ അമ്മേ. അമ്മേ, കണി വെക്കുന്നുണ്ടോ അമ്മേ? ഓ ശരി. അച്ഛൻ എപ്പോഴേ പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ. കണിയും വെക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആഘോഷിച്ചോടെ. അമ്മേ, ഞങ്ങൾ എന്ത് സഹായം അമ്മ ചെയ്യണ്ടേ? കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ അമ്മേ ഞങ്ങൾ? അത്രയ്ക്കൊക്കെ ആയോ നിങ്ങൾ? ഒന്നും വേണ്ടട്ടോ. ആ, പിന്നെ വൈകുന്നേരം കുറച്ച് കണിക്കൊന്ന പൂ എവിടെന്നെങ്കിലൊക്കെ പറിച്ചിട്ട് വരണം. അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഉറപ്പ്. ശരി, അപ്പുറം വെക്കോ. നമുക്ക് കുറേ പണിയുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നാലേ ഒന്നും നടക്കില്ല. ശരി അമ്മേ, ഞങ്ങൾ പോയി ടി വി കാണട്ടെ. ടി വി കാണുന്നൊക്കെ കൊള്ളാം. രണ്ടും കൂടി വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്. നല്ലൊരു ദിവസമല്ലേ. ശരി അമ്മേ. നാളെ ചേച്ചി, നമ്മളിത് അറിഞ്ഞില്ലല്ലോ. ആടി, നമ്മൾ ഈ കളി വിട്ടേ പോയി. എന്റെ പൊന്നോ, നാളെ നമുക്ക് കുറേ കൈനീട്ടം കിട്ടും. അതെ, എല്ലാ ബന്ധു വീട്ടിൽ പോകണമെന്ന് അച്ഛനോട് പറയണം. എങ്കിലേ നമുക്ക് കൈനീട്ടങ്ങ് പോരൂ. കൈനീട്ടം കിട്ടിയിട്ട് വേണം എനിക്കൊരു ബാർബി ഡോളൊക്കെ വാങ്ങാൻ. എനിക്കൊരു ലിപ്സ്റ്റിക്കും വാങ്ങണോടി. അതൊക്കെ ഇട്ട് ഇറങ്ങ്, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല കിട്ടും. അമ്മ കാണാണ്ട് ഇറങ്ങാനൊക്കെ എനിക്കറിയാട്ടോ. ചേച്ചി വേണ്ട, നല്ല രസമാണ്. അടിയും വഴക്കൊന്നും വേണ്ട. ആ ശരി. ചേച്ചി, വൈകുന്നേരം പടക്കമൊക്കെ പഠിക്കണ്ടേ? നമുക്ക് ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്താലോ? ആ ശരി, നമുക്ക് അങ്ങനെ ചെയ്യാം. അമ്മയുടെ പണി കുറച്ച് കുറയുമല്ലോ. ചേച്ചി, ഞാൻ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടേ. ആടി, ഞാൻ ഇവിടെയും ക്ലീൻ ആക്കി, എല്ലാം സെറ്റ്. ചേച്ചി, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആടി, നമുക്ക് കുറച്ചുകൂടി ഉള്ളിൽ പോയി നോക്കാം. വിഷു അത്രേ, വിഷു. എങ്ങും ഒരു കളിക്കൊന്ന പോലും ഇല്ല. നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകാടി, കിട്ടും. നീ ഇങ്ങനെ പറയല്ലേ. ഓ ശരി. പറിക്കടി അങ്ങോട്ട്, നീ വേഗം എടുത്തിട്ട് മേലാ. ചേച്ചി, എനിക്ക് എത്തുന്നില്ല. കുറച്ചുകൂടി നിൽക്ക്. ഓ, ഇവളെ കൊണ്ട് കിട്ടി ചേച്ചി, കിട്ടി. ഓടിക്കട്ടെ. എടി, കിട്ടിയത് എത്ര വേഗം പറിക്കടി ഒന്ന്. പറിച്ചു ചേച്ചി, ഇറക്ക്.
മക്കളെ മക്കളെ കണ്ണുറക്കല്ലേ? ആരും ആരും കണ്ണുറക്കാൻ എണീറ്റ എണീറ്റ എണീറ്റ. രണ്ടും നല്ല ഉറക്കാണല്ലോ. അത് ശരി, എണീറ്റിരി. ഇല്ല ചേട്ടാ, നല്ല ഉറക്കം. മാളു മാളു അമ്മ മക്കളെ എണീറ്റേ, കണ്ണുറക്കാൻ എണീറ്റേ. ചേട്ടാ മാളുവിനെ കൊണ്ടുപോ, ഞാൻ പാറുവിനെ വിളിച്ചിട്ട് വരാം. മക്കളെ കണ്ണുറക്കല്ലേ? നടന്നു നടന്നു. പാറു എണീറ്റ എണീറ്റ എണീറ്റ. ഇല്ലാവേ അയ്യോ ഉറങ്ങണം. എനിക്ക് കണി കണ്ടിട്ട് കിടന്ന് ഉറങ്ങിക്കോ. പ്ലീസ് അമ്മ, ഞാൻ ഉറങ്ങട്ടെ. അയ്യോ എണീറ്റ് എണീറ്റ്. ശോ, കണ്ണുറക്കല്ലേ കണ്ണുറക്കല്ലേ. പയ്യെ നടന്നോ പയ്യെ നടന്നോ. ശരി അമ്മ. അമ്പ സൂപ്പർ. ശാലത്തെ ചക്കല്ലേ അമ്മ അത്? ആളോ ഇന്ന കൈനീട്ടം. താങ്ക് യു ചാ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അച്ഛൻ്റെ പാറസ് വന്നേ. താങ്ക് യു ചാ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പാറു. മാളു ഇന്ന ഹാപ്പി വിഷു. താങ്ക് യു അമ്മ. ഹാപ്പി വിഷു. പാറുവാ. താങ്ക് യു അമ്മ. ഹാപ്പി വിഷു. അച്ഛാ നമുക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ? അച്ഛൻ ആദ്യം അമ്മയ്ക്കാണ് കഴിയുന്നിട്ടം കൊടുത്തേ. ആഹാ. ആ നമുക്കേ തറവാട്ടിലും അമ്മയുടെ തറവാട്ടിലും ഒക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കേ ചാ. എന്നാ വാ ഇറങ്ങാം. ഒരു മിനിറ്റ് അച്ഛാ, ഞാൻ എൻ്റെ സുന്ദരി പേഴ്സ് ഒന്ന് എടുത്തിട്ട് വരാവേ. ചെല്ലിയല്ലേ. ഓ അങ്ങനെ എല്ലായിടത്തും പോയി. മക്കളെ കുറെ പൈസ കിട്ടിയിട്ടുണ്ടല്ലോ, സൂക്ഷിച്ചൊക്കെ വെക്കണോട്ടോ. സൂക്ഷിക്കുമ്പോഴാണെങ്കിൽ അമ്മയുടെ കയ്യിൽ തന്നാൽ മതി, അമ്മ സൂക്ഷിച്ചോളാം. വേണ്ടമ്മ വേണ്ടമ്മ, ഞങ്ങൾ സൂക്ഷിച്ചോളാം കേട്ടോ. ഞങ്ങൾക്ക് ചില പ്ലാനൊക്കെ ഉണ്ട്, ഇതിലാരും കൈയെടുത്തണ്ട. അതെ അമ്മ, ഞങ്ങൾ എന്തായാലും സൂക്ഷിക്കും. പിള്ളേരായി അധികം പൈസ ഒന്നും വെക്കാൻ പാടില്ല, അതറിയില്ലേ? അതിലിവിടെ പ്രസക്തി ഇല്ല അമ്മേ, ഞങ്ങൾക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ശരി ശരി. ചേച്ചി എത്ര കിട്ടി? മിണ്ടാണ്ടിരിയടി, ഇപ്പൊ എണ്ണണ്ട. ഓ നേരെ നേരെ. ആഹാ, ഇന്ന് പറക്കുന്നറിയാണോ സിനിമ? കൊള്ളാലോ. അപ്പൊ ഉച്ച കഴിഞ്ഞ് കൊച്ചി രാജാവാകും. ഞാൻ പോയി ആരാന്ന് നോക്കിട്ട് വരാം. ഞങ്ങൾ വരാമേ. എടി പിള്ളേരെ, തുടങ്ങിക്കോ. കണ്ണ് റെഡി. ആഹാ കൊള്ളാലോ, വാസമാണോ കൃഷ്ണൻ? അതെ അതെ അതാണ്ടി, ഞങ്ങളെ കൈനീട്ടത്തിന് വേണ്ടി ഇറങ്ങിയതാ. വേഗം പോയി എടുത്തിട്ട് വാ. അങ്ങനെയാണോ? ആനി പോയി എടുത്തിട്ട് വരാട്ടോ. എടി പാടു, ഞങ്ങളെ ഞാൻ കുടിച്ചോ. ഇവിടെ നിന്ന് തുടക്കം. ഇനി എല്ലാവരും വീട്ടിൽ പോകണ്ട്. നീ വരണ്ടോ? അമ്മ ഞാൻ ഓടി പോകട്ടെ. പോകുന്ന ആളാ ഉച്ചസദ്യക്ക് മുമ്പേ ഇങ്ങനെ എത്തിയേക്കണം കേട്ടോ. ആക്കാമ്മ. ചേച്ചി വന്നുണ്ടോ? ഇല്ലടി, എനിക്കും കൂടി വാങ്ങിയേക്ക്. അമ്മടി പുളിസ് വേണമെങ്കിൽ വന്നാൽ കിട്ടും. ഓ ഞാനും വന്നില്ല, നിങ്ങളൊക്കെ. ഹലോ. ആരിത് ടോവിയാ? എടുക്കെടുക്ക്, എൻ്റെ കൈ നീട്ടം വേഗം എടുക്ക്. ആഹാ തരാലോ, വാ കേറി വാ. ഹായ് 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 ഹായ്. വിശ്വാസംസകൾ. ചെറിയച്ഛൻ 200, ചെറിയമ്മ 200. 400 രൂപ. അങ്ങനെ ഇപ്പം മൊത്തം 2500 രൂപ. 2500 രൂപയോ? ആ ചേച്ചി 2500 രൂപ. ചേച്ചിക്കോ? എനിക്ക് 1500 ഉള്ളൂ. അയ്യേ ഇടിച്ച് ഗോളടിച്ച്. നിനക്ക് എവിടുന്നാണ് ഇത്രയും ക്യാഷ്? കണക്കൊക്കൊന്നില്ലല്ലോ ചേച്ചി. ഇത് പറ. ചേച്ചി മറന്നോ ഞാൻ അവരുടെ കൂടെ കൈനീട്ടം വാങ്ങാൻ പോയത്? ഓ അതോ, ഇടിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഷോ, എനിക്കാണെങ്കിൽ 500ന്റെ കുറവുണ്ട്. എന്തിന്? ലിപ്സ്റ്റിക്ക് വാങ്ങാനായിരുന്നടി. ഓ അതായിരുന്നോ? ആണെങ്കിൽ നിനക്കെന്താ പിടിച്ചില്ലേ? ഇയ്യോ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലേ? ഇടി പിടിക്കാൻ വന്നിട്ടുള്ളൂ. അല്ലേ ചേച്ചി, എന്നാ 500 രൂപ എടുത്തോ. നീയോ എനിക്ക് 500 രൂപ തരാന്നോ? അതെ ചേച്ചി, എന്നാ എടുത്തോ. എന്ത്? ഇത് സത്യമാണോ? അയ്യോ അത്ഭുതം തന്നെ. കൂടുതൽ ഡയലോഗ് അടിക്കണ്ട, എടുക്കുന്നുണ്ടെങ്കിൽ എടുക്ക്. അതെന്താടി? എനിക്ക് ഇത്രയും ക്യാഷ് വേണ്ട ചേച്ചി, എനിക്ക് ആവശ്യത്തിനുള്ളതായി. താങ്ക് യു ഡി. നന്ദി. ഓ തന്നേക്കാം. എന്ത് നല്ല അനിയത്തി. ആ പിന്നെ ചേച്ചി, ഫാത്തിമയുടെ വീട്ടിലെ റംസാൻ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്, നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇനി നമുക്ക് പോകാം. ഞാൻ പോയി അമ്മയോട് ചോദിക്കട്ടെ കേട്ടോ. ആ അമ്മയോട് പറഞ്ഞാലും ഞാനും കൂടി ഉണ്ടെന്ന്, നിന്നെ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല. ശരി ചേച്ചി, നമ്മളെ മാത്രമല്ല എല്ലാവരും ഉണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ മീനു, ലച്ചു, ശ്വേത, പിന്നെ ടോബിച്ചേട്ടൻ. ആഹാ അവരൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഞാൻ പോയി അമ്മയോട് പറയട്ടെ. ഇനി വാസുവിനെ വിളിച്ചില്ലേ? ആ വാസുണ്ട് ചേച്ചി, മറന്നു പോയി ഞാൻ പറയാം. അമ്പിക്കേ എന്താ? അതെ ഒരു കാര്യമുണ്ട്. അത് വന്നപ്പോഴേ മനസ്സിലായി. ആ എന്താന്ന് ചോദിച്ചമ്മേ? എന്താ? അതമ്മ ഫാത്തിമയുടെ വീട്ടിൽ റംസാൻ വിരുന്ന് വിളിച്ചു. അതിന് റംസാനൊക്കെ കഴിഞ്ഞല്ലോ. അതല്ലമ്മേ, അന്ന് ഞാൻ മിനി ബസ്സിലല്ല ഞാൻ, അതുകൊണ്ടാ. നാളെ എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോണായിരിക്കുമല്ലേ? ആ അമ്മ, ഞാനും ചേച്ചിയും പൊക്കോട്ടെ. ആ പൊക്കോ.
ചേച്ചി എടി ചേച്ചി ആ പാറു റെഡിയായോ? അമ്മ ഞാൻ റെഡിയായിട്ട് എത്ര നേരം ഈ ചേച്ചി ഒന്ന് റെഡിയാ എത്ര സമയം എടുക്കുന്നത്? ആ നേരാണല്ലോ. മാളു മാളു എന്താമ്മേ? ആരിത് കാവിലെ ഭഗവതി നേരിട്ട് എഴുന്നള്ളിയതോ? എങ്ങനെയുണ്ട് വേറെ കളാവോ? ആ കൊള്ളാലോ നന്നായിട്ടുണ്ട്. ഇതാ കല്യാണത്തിന് ഇടാൻ വാങ്ങി വെച്ചേക്കുന്നതല്ലേ? എന്തിനാ പ്ലീസ് ഞാൻ ഇതിട്ടോട്ടെ? ആ ഇട്ടോ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു അമ്മേ. എന്റെ പൊന്നു ചേച്ചി ഈ ചൂടത്ത് ഇതൊക്കെ വലിച്ചു വാങ്ങിയിട്ടുണ്ട് പോവാൻ എങ്ങനെ സാധിക്കുന്നു? നീ അല്ലല്ലോ ഇടുന്നേ, ഞാനല്ലേ ഇടുന്നേ. ചൂടൊക്കെ ഞാൻ സഹിച്ചോളാം കേട്ടോ. ആ വഴിക്കോണ്ട രണ്ടും ചെല്ല്, എല്ലാവരും കാത്തിരിക്കുവല്ലേ? അല്ല അപ്പൊ ഇതിനല്ലേ ഇത്ര സമയം എടുത്തത്? എന്റെ പൊന്നു പാറ നിനക്ക് എന്തൊക്കെ അറിയണം? പിന്നെ അറിയണ്ടേ അതില്ലാത്തൊരു ഒരുക്കവും കുളിയും നനയും എന്താണുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ നീ ഒറ്റക്ക് പോണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പോകും അത്ര തന്നെ. രണ്ടും കൂടി ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ആ ഇല്ല പോവാടാ. ബൈ ബൈ ചേച്ചി വാ നമുക്ക് ഇറങ്ങാം. ശരിയടി. ഈ പറയുന്നത് നീ എന്താടി ബ്ലാക്ക് ഇട്ടായിരുന്നേ? അതെന്താ ബ്ലാക്ക് ചേച്ചിനെ പിടിച്ച് കടിച്ചോ? എന്റെ പൊന്നു പാളോ ഈ സമയത്ത് ബ്ലാക്ക് ഇട്ടൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, അത്രയ്ക്ക് ചൂടാ. അതേ മോനെ ചേച്ചി പറയാനൊരു കാര്യമുണ്ട്. അമ്മ എന്താ പറഞ്ഞു? ഞാൻ ഈ ഉടുപ്പ് വെച്ചിട്ട് പോകണമെന്നാണോ? ആ മക്കളെ ചൂടൊക്കെ അല്ലേ, വെയിലൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് ഈ ഉടുപ്പിടാം. മക്കൾ മാറിയിട്ട് വാ. എനിക്കിത് എന്തിന്റെ കേടായി? പാവം നല്ല ദേഷ്യം പിടിച്ചാ പോയേക്കുന്നേ. എത്ര നേരം റെഡി ആയിട്ട് നിൽക്കുന്നു. അമ്മേ ഞാൻ ഇത് ഇടാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുത്തു പോയി അതാ. ശരി എനിക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോട്ടോ. നേരത്തെ കാലത്ത് വീട്ടിൽ കയറിയേക്കണം രണ്ടും. അതമ്മേ ടോബി ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും എന്തോ. ചേച്ചി പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഒപ്പിക്കാം. കൂടുതൽ വർത്താനൊന്നും വേണ്ട വിട്ടോ. ചേട്ടാ കുറെ നേരമായി വന്നിട്ട്. ഇല്ല പാറു ദേ വന്നേ ഉള്ളൂ. എന്താ ഇത്ര വൈകിയേ? ഒന്നും പറയണ്ട ടോബി ചേട്ടാ, ഈ ചേച്ചിയുടെ ഒരു ഒരുക്കങ്ങളെ ഒരുങ്ങി എപ്പ തുടങ്ങിയതാ? എന്നിട്ട് മാളും എന്തി? ഞാൻ ഇറങ്ങി ദേ വന്നിട്ട്. ഇഷ്ടം പോലെ ഉണ്ട്. നീ എന്താ ഇത്ര വൈകിയേ? ഒന്നും പറയണ്ടടി, എന്റെ അമ്മ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ആഹാ കുറെ നാളോടി വന്നാണല്ലോ. ഇപ്പൊ സ്നേഹം കൊണ്ട് വേർപ്പൂട്ടിക്കലാടി. അന്നത്തെ ആ ഷോ കഴിഞ്ഞ പിന്നെ പപ്പക്ക് എന്നോട് വലിയ സ്നേഹം, അമ്മയ്ക്കും വലിയ സ്നേഹം. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഷോക്ക് പോയോണ്ട് എനിക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. പാവം. ആരുടെ വാസോ എന്താ ഇത്ര വൈകിയേ? അതൊക്കെ വലിയ കഥയാ ഫാത്തിമ. ഞാൻ സൗകര്യം പോലെ പറയാം. നല്ല വിശപ്പുണ്ട്. ഈ ഇരിക്ക് കഴിക്കുന്നത്. ഇരുന്നോട്ടെ പ്ലീസ് ഉണ്ടടി. എന്തിനാ ചക്കര പറയല്ലേ? ശരി. എന്താ ഇവിടെ എന്തായാലും വർത്താനം? ഞാനിപ്പോ ഇരുന്നേ ഉള്ളേ. ഞാനൊക്കെ എപ്പോഴാ കഴിച്ചു കഴിഞ്ഞു. പാറുവിന് അപ്പുറം ഇരിക്കുന്നത് നന്നായി. ഞാൻ കുറച്ച് നേരമായിട്ട് പറയാം ഇപ്പറ ഇരിക്കാൻ. അതല്ലേടാ ഞാൻ പയ്യെ ഇങ്ങോട്ട് വന്നത്. ഇതൊന്നും അത്ര നല്ലതേ അല്ല. അതല്ലടാ ഞാൻ വേറൊരു കാര്യം ഓർത്തതാ. ആത്മകഥായിരിക്കും ഇല്ലടി? അത് തന്നെ വേറെ കഴിക്കുന്നീന്ന്. ചെല്ലുറമ്പിൽ വിളക്ക് തിന്നരിക്കാം നടുക്ക്. അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഇതിങ്ങനെയാ. എന്താ ഞാൻ മണക്കുന്നു. നല്ല ഫുഡായിരിക്കടാ. എത്ര കഴിയടാ നീ? ഹായ് ഫാത്തിമ. സോറി കേട്ടോ ഞാനിപ്പോ വൈകിപ്പോയി. വൈകിപ്പോയി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് എപ്പോഴായിട്ട് സദാകരമായോടി. നീ അമ്മ വൈകാവുമ്പോ എങ്ങനെയാവും? എന്റെ പൊന്നു വാസു നീ ഇവിടെ ഇന്ന് കഴിച്ചോട്ടെ. മക്കളെ വാസിച്ചായന്റെ ആളെ
പറഞ്ഞു. അതെ ഫാത്തിമ, മൈക്കിൾ വന്നില്ലേ? മൈക്കിൾ വരില്ല, മൈക്കിളിന് ഒരു നിക്കാഹുണ്ട്. ഞാനടുത്ത് വരുമെന്നാ. ഇവളെങ്ങനെ മൈക്കിളിനെ അന്വേഷിക്കണം? ഇനി തീരെ പിടിക്കുന്നില്ല, ഒരു ദിവസം കൈ കിട്ടും. ഏടി ആശിച്ചായോടെ ഇരിപ്പില്ലേ? നിനക്ക് സന്തോഷിക്കാൻ പിന്നെ എന്ത് വേണം? ഫാത്തിമ, ഒരു സ്പൂൺ തരാവോ? ആ, കൊണ്ടുവരാം. എന്തിനാണ് സ്പൂൺ? എനിക്ക് കൈ പറ്റുന്നൊന്നും ഇഷ്ടമല്ല. ആ വടിയുടെ അങ്ങോട്ട് ഞാൻ വായിത്തരാം. വേണ്ട വേണ്ട, മര്യാദക്ക് വിളിച്ചാ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇപ്പം മാറും. ആ അയ്യടി. ഞം, 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 ഞം.